രാഹുൽ ഗാന്ധി ജയിച്ചില്ലേ? ആരുടെ പിന്തുണയിലാണ് രാഹുൽ ഗാന്ധി ഡൽഹിയിലെത്തിയത്? ആരുടെ പിന്തുണയിലാണ്? മുസ്ലിം വർഗീയ ചേരിയുടെ ദൃഢമായ പിന്തുണയില്ലെങ്കിൽ ഈ രാഹുൽ ഗാന്ധി ഇവിടുന്ന് ഡൽഹിക്ക് എത്തുവോ? പ്രിയങ്ക ഗാന്ധി ഇവിടെ നമ്മൾ കണ്ടില്ലേ? ആരൊക്കെയായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ ഈ ഓരോ ഘോഷയാത്രയുടെയും മുന്നിലും പിന്നിലും? ആരാ? ന്യൂനപക്ഷ വർഗീയതയിലെ ഏറ്റവും മോശപ്പെട്ട ഘടകങ്ങൾ, തീവ്രവാദ ഘടകങ്ങൾ വരെ അതിലുണ്ടായില്ലേ? തീവ്ര വർഗീയ ഘടകങ്ങൾ ഉണ്ടായില്ലേ? അവരെല്ലാം ഉണ്ടായിരുന്നില്ലേ അതിൽ? CPM കഴിഞ്ഞ കുറേ നാളുകളായി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ സംഘപരിവാറിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ തീരുമാനങ്ങളാണ്. 4,10,000 വോട്ടിൽ ജയിച്ച പ്രിയങ്ക ഗാന്ധി തീവ്രവാദികളുടെ വോട്ട് കൊണ്ടാണ് ജയിച്ചതെന്ന് ഈ വിജയരാഘവൻ, അല്ലാതെ വേറെ ആരുടെങ്കിലും നാവിന്ന് ഇത് വരുമോ? ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു ട്രോള് കണ്ടു. വിജയരാഘവൻ UDFന്റെ ഐശ്വര്യം എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു ട്രോള്. സത്യത്തിൽ അതല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എല്ലാ വിഭാഗം ജനങ്ങളും വോട്ട് ചെയ്യാതെ ഒരാൾ പാർലമെന്റിലേക്ക് 4,10,000 വോട്ടിൽ ജയിക്കുക, എന്നിട്ട് തീവ്രവാദികളാണ് വോട്ട് ചെയ്തത് എന്ന് പറഞ്ഞ് അവിടെ സംഘപരിവാറിനെ സന്തോഷിപ്പിക്കുക ഡൽഹിയിൽ. അതൊക്കെ വളരെ ക്രൂരമായ ഒരു പരാമർശമാണ്. മാത്രമല്ല, ഭൂരിപക്ഷ വർഗീയത ലക്ഷ്യം വെച്ച് ഒന്നിനു പിറകെ ഒന്നായിട്ട് CPMന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ വരുന്നത് അവരുടെ അടിത്തറ തന്നെ ആവർത്തിക്കുന്ന വിവാദ പ്രസ്താവനകൾ തുടരുന്നു. CPM പോൾ ബ്യൂറോ അംഗം വിജയരാഘവൻ മഞ്ചൂരിൽ സ്റ്റേജ് കെട്ടി CPM സമ്മേളനം വലിയ വിവാദമായപ്പോൾ കോടതി ഇടപെട്ടപ്പോൾ അത് വിജയരാഘവൻ ചോദിക്കുന്നത് എല്ലാവരും കാറിൽ പോകുന്ന എന്തിനാ, നടന്നു പോയിക്കൂടെ, അമ്മായിയമ്മ സല്ലാപം തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ വിജയരാഘവന്റെ വായിൽ നിന്ന് കേട്ടു. അതിന്റെ പിന്നാലെ പൊട്ടിക്കുന്ന വെടി വയനാടാണ്. വയനാട് വിജയരാഘവൻ പറഞ്ഞത് പ്രേക്ഷകർ നേരത്തെ കേട്ടു. ഈ പറഞ്ഞ രാഹുൽ ഗാന്ധി ജയിച്ചത് മുസ്ലിം വർഗീയ ശക്തികളുടെ പിന്തുണ കൊണ്ട് മാത്രമാണ് രാഹുൽ ഗാന്ധി ഡൽഹിയിലേക്ക് എത്തിയത്. പ്രിയങ്ക ഗാന്ധിയുടെ മുന്നിലും പിന്നിലും, അല്ലെങ്കിൽ ആ ഘോഷയാത്രയുടെ മുന്നിലും പിന്നിലും ആരാ എന്നൊക്കെയുള്ള ചോദ്യം ചോദിക്കുന്നു വിജയരാഘവൻ. ആ പറഞ്ഞത് വിജയരാഘവന്റെ മറ്റൊരു രാഷ്ട്രീയ വിടുവായത്തമാണോ അതോ CPMന്റെ പൊളിറ്റിക്കൽ ലൈനാണോ? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം. ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, ഡോക്ടർ ജിൻഡോ ജോൺ, ശ്രീ ഉല്ലാസ് ബാബു എന്നിവർ ചർച്ച ചെയ്തിരുന്നു. അത് ഞാൻ ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണനിലേക്ക് പോകുന്നു. ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, രാഹുൽ ഗാന്ധി അന്ന് ആദ്യം ജയിച്ചത് 3,64,422 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ്. പ്രിയങ്ക ഗാന്ധി പിന്നീട് ജയിക്കുന്നത് 4,10,000 ചില്ലുവാനും വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ്. അവിടെ ഇടതുപക്ഷത്തെയൊക്കെ അപ്രസക്തമാക്കി, NDA മുന്നണിയും അപ്രസക്തമാക്കി നേടിയ ഈ വലിയ വിജയങ്ങൾ എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ചരിത്രത്തിലെ റെക്കോർഡ് ഭൂരിപക്ഷങ്ങളിൽപ്പെട്ട ഇത്തരം വലിയ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിച്ചു പോയ വിജയങ്ങൾ ഈ മുസ്ലിം ന്യൂനപക്ഷ തീവ്രവാദ വർഗീയ ശക്തികളുടെ പിന്തുണ കൊണ്ട് നേടിയതാണ് എന്ന് പറയുന്നത് വിജയരാഘവന്റെ നിലപാടാണോ CPMന്റെ ഒഫീഷ്യൽ നിലപാടാണോ? ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ. ഞാൻ ആഷ്മി ചോദിച്ച ചോദ്യത്തിന് നേരിട്ടുള്ള ഉത്തരത്തിലേക്ക് വരുന്നതിന് മുമ്പ് ആഷ്മിയോടും ആഷ്മിയുടെ മാധ്യമ സ്ഥാപനത്തോടും എനിക്ക് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന CPMന്റെ ഭാഗത്തു നിന്നുള്ളൊരു പാനലിസ്റ്റ് എന്ന നിലക്ക്, ഒരു വക്താവ് എന്ന നിലക്ക് ഒരു കാര്യം ഓർമ്മപ്പെടുത്താനുണ്ട്. മാധ്യമ പ്രവർത്തനത്തെ ജനാധിപത്യത്തിൻ്റെ 4ാം തൂണായിട്ടും സത്യാന്വേഷണത്തിൻ്റെയും വസ്തുനിഷ്ഠതയുടെയൊക്കെ തന്നെ ഒരു വ്യവഹാര മണ്ഡലമൊക്കെ ആയിട്ടാണ് നമ്മൾ പൊതുവേ ധരിക്കുന്നതെങ്കിലും അങ്ങനെയൊന്നും അല്ല ഈ കോർപ്പറേറ്റ് മീഡിയയുടെ കാലത്ത് എന്ന് നമുക്കറിയാം. പക്ഷെ ഇപ്പോൾ ഇത്രയും പച്ചയായ രീതിയിൽ CPM നേതാക്കൾ മുസ്ലിം വിരുദ്ധ പ്രസ്താവനകൾ തുടർച്ചയായി നടത്തുകയാണ് എന്ന് പരസ്യമായി ആക്ഷേപിക്കാനുള്ള എന്തവകാശമാണ് ജനാധിപത്യത്തിൻ്റെ പേരിൽ ആഷ്മിയുടെ മാധ്യമ സ്ഥാപനത്തിലുള്ളത്? ഇതാ എൻ്റെ മുമ്പിലുള്ളത് നിങ്ങളുടെ ഓൺലൈൻ റിപ്പോർട്ടാണ്. മുസ്ലിം വിരുദ്ധ പ്രസ്താവനകളിൽ മത്സരിച്ച് CPM നേതാക്കൾ എന്നാണ് അതിൻ്റെ തലക്കെട്ട്. ആഷ്മി, എന്താണിത്? ഈ രാജ്യത്ത് മുസ്ലിം വർഗീയതയെ ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും വിമർശിച്ചാൽ അതിനെ സൂചിപ്പിച്ച് ഒരു പ്രസ്താവന നടത്തിയാൽ അതെങ്ങനെയാണ് മുസ്ലിം വിരുദ്ധമാവുക? RSSനെയും ഹിന്ദുത്വത്തെയും പരിവാർ സംഘടനകളെയും നിരന്തരമായി വിമർശിച്ചാൽ അത് ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള വിമർശനമാണെന്ന് പറഞ്ഞാണ് ഇവിടെ സംഘപരിവാർ കമ്മ്യൂണിസ്റ്റുകാർക്കും മറ്റ് ജനാധിപത്യ ശക്തികൾക്കുമെതിരായിട്ട് വലിയ കോപ്പ് കൂട്ടുന്നത്, ഭീകരമായ രീതിയിലുള്ള കടന്നാക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് സമാനമായ രീതിയിൽ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ പേരിൽ നടക്കുന്ന വർഗീയ സംഘങ്ങളെ, മതരാഷ്ട്രവാദികളെ വിമർശിക്കുന്നത് അത് ആ മതസമൂഹത്തിനെതിരായിട്ടുള്ള വിമർശനമാണ് എന്ന രീതിയിൽ ഒരു നെറേഷൻ ഉണ്ടാക്കാൻ, ആ രീതിയിലുള്ളൊരു പ്രതീതി സൃഷ്ടിക്കാനുള്ള മാധ്യമതന്ത്രങ്ങൾ അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് എന്നെനിക്ക് ആദ്യമേ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന പാർട്ടിയുടെ ഭാഗത്തുള്ള ഒരു വക്താവ് എന്ന നിലക്ക് സൂചിപ്പിക്കേണ്ടതുണ്ട്. CPM നേതാക്കൾ മിസ്റ്റർ ഹാഷ്മി
എവിടെയും മുസ്ലിങ്ങൾക്കെതിരായിട്ട് നിലപാട് സ്വീകരിച്ചിട്ടില്ല. ഇന്ത്യൻ മുസ്ലിങ്ങൾ അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും നിർഭാഗ്യകരമായ സന്ദർഭങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവരോടൊപ്പം രാഷ്ട്രീയമായും പ്രത്യയശാസ്ത്രപരമായും എല്ലാ അർത്ഥത്തിലും സംഘടനാപരമായും പാർട്ടിയുടെ ബഹുജന ശേഷിയെ മുൻനിർത്തിക്കൊണ്ട് നിലകൊണ്ടിട്ടുള്ളത് ഇന്ത്യൻ ഇടതുപക്ഷവും അതിന് ഇന്ത്യയിൽ നേതൃത്വം കൊടുക്കുന്ന CPM-ഉമാണ് എന്നുള്ളതിന് താങ്കളുടെ വിയോജിപ്പ് താങ്കൾ അറിയിച്ചു. ഞാനത് 100% ബഹുമാനത്തോടുകൂടി മുഖവിലക്കെടുക്കുകയും ചെയ്യുന്നു. സെക്രട്ടറി കുഞ്ഞുകണ്ണൻ, എന്റെ ചോദ്യം ഇതായിരുന്നു. താങ്കൾ ആദ്യ ചോദ്യം വന്നിട്ടുണ്ട്. 3,64,000 ചില്ലുവാനും വോട്ടുകൾക്ക് 422 വോട്ടുകൾക്ക് ആദ്യം രാഹുൽ ഗാന്ധി വിജയിക്കുകയും ലോക്സഭയിലേക്ക് പോവുകയും താങ്കൾ അടങ്ങുന്ന മുന്നണിയുടെ ലോക്സഭാ പ്രതിപക്ഷ നേതാവായിരിക്കുകയും ചെയ്യുന്ന അതേ രാഹുൽ ഗാന്ധിയെ പറ്റിയാണല്ലോ വിജയരാഘവൻ പറയുന്നത് ഈ പറയുന്ന തീവ്ര വൃത്തികെട്ട നിന്ദ്യമായ വർഗീയ ശക്തികളുടെ വോട്ട് വാങ്ങി വിജയിച്ചു പോയ നേതാവ്. അത് വിജയരാഘവന്റെ നിലപാടാണോ അങ്ങയുടെ അടക്കം പാർട്ടി നിലപാടാണോ സെക്രട്ടറി കുഞ്ഞുകണ്ണൻ? വിജയരാഘവൻ പറഞ്ഞ എന്താണെന്ന് ആഷ്മി ആ പ്രസംഗത്തിൽ കേട്ടല്ലോ ആഷ്മി. ആ പ്രസംഗത്തിലെ വിജയരാഘവൻ സഖാവ് പറഞ്ഞത് ഇന്ത്യയുടെ പൊതുവായ ഒരു സാമൂഹ്യ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഹിന്ദുത്വവാദികൾ ദേശീയ അധികാരം ഉപയോഗിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന കടന്നാക്രമങ്ങൾ അത് ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള ഭീകരതയായിട്ട്, രാജ്യത്തിൻ്റെ മതനിരപേക്ഷ ജനാധിപത്യ സംവിധാനങ്ങൾക്കെതിരായിട്ടുള്ള കടന്നാക്രമണങ്ങളായിട്ട്, ഭരണഘടനക്കെതിരായിട്ടുള്ള കടന്നാക്രമണങ്ങളായിട്ട്, അതൊക്കെ വളരെ വിശദമായ ആ പ്രസംഗത്തിൻ്റെ ഭൂരിപക്ഷ സമയം ആ വിശദീകരണത്തിൻ്റെ ഒടുവിൽ അദ്ദേഹം കേരളത്തിലേക്ക് വരുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഇന്ന് നേരിടുന്ന തിരിച്ചടികളുടെ പ്രതിസന്ധികളുടെ ഒരു കാരണങ്ങളിലേക്ക് കടന്നുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ന്യൂനപക്ഷ വർഗീയത ഇപ്പോൾ എന്താണ് UDF കൂട്ടുകൂടുകയാണ്. ന്യൂനപക്ഷ വർഗീയത എന്ന് പറയുന്നത് അത് മതരാഷ്ട്രവാദപരമായ തീവ്ര സ്വഭാവമുള്ള പ്രത്യയശാസ്ത്രവും സംഘടനാ സ്വഭാവമുള്ള സംഘടനയാണ്. ഉദാഹരണമായിട്ട് ജമാഅത്ത് ഇസ്ലാമി അദ്ദേഹം പറഞ്ഞു, SDP അദ്ദേഹം പറഞ്ഞു. ന്യൂനപക്ഷ വർഗീയ ശക്തികൾക്കെതിരായിട്ട് വിജയരാഘവനെ പോലുള്ള CPM-ന്റെ ഒരു പോളിറ്റ് ബ്യൂറോ അംഗത്തിന് ആ പാർട്ടിയുടെ ഒരു നിലപാടിൽ നിന്നുകൊണ്ട് വിശകലനം ചെയ്ത് ഒരു പാർട്ടി ചോദ്യം വയനാട്ടിൽ ഈ പറയുന്ന വലിയ മാരക ഭൂരിപക്ഷത്തിൽ വിജയിച്ച് ഇന്ത്യ മുന്നണിയുടെ തലപ്പത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ CPM അടക്കം രാഹുൽ ഗാന്ധിക്ക് പിന്നിൽ അണിനിരക്കുന്നവരാണ്. ഇന്ത്യ മുന്നണി എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്നുള്ള നിലയ്ക്ക് ആ നേതാവ് ഈ പറയുന്ന മാരക ഭൂരിപക്ഷത്തിൽ വിജയിച്ചു പോയത്, അതിനുശേഷം പ്രിയങ്ക ഗാന്ധി അതിലും മാരക ഭൂരിപക്ഷത്തിൽ വിജയിച്ചു പോയത് ഈ വർഗീയവാദി ശക്തികളുടെ പിന്തുണയിലാണ് എന്ന് CPM നിലപാട് സ്വീകരിക്കുമോ സെക്രട്ടറി കുഞ്ഞുകണ്ണൻ? ആഷ്മി, മിസ്റ്റർ രാഹുൽ ഗാന്ധി മത്സരിച്ചത് BJP-ക്കെതിരായിട്ടല്ല വയനാട്ടിൽ. എന്താ ആഷ്മി അത് കാണാത്തത്? ഒരു തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പിന്റെ മുദ്രാവാക്യങ്ങളുടെ പ്രചരണങ്ങളുടെ കുന്തമന ഇടതുപക്ഷത്തിനെതിരായിരുന്നു. ആ ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ അദ്ദേഹം സൗകര്യപൂർവ്വം കേരളത്തിൽ വർഗീയ തീവ്രവാദ സംഘങ്ങളുമായിട്ട് കൂട്ടുപിടിച്ചു എന്ന ഗുരുതരമായ വിമർശനമാണ്, വിശകലനമാണ് CPM-നുള്ളത്. ദേശീയ തലത്തിൽ BJP-ക്കെതിരായിട്ട് കൂട്ടായ്മ, അതാണ് ഇന്ത്യ മുന്നണി. ആ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ 3,64,422 വോട്ടെന്ന ഭൂരിപക്ഷത്തിൽ 4,10,000 ചില്ലുവാനം വോട്ടെന്ന മാരക ഭൂരിപക്ഷത്തെ ഈ പറയുന്ന ഇപ്പൊ താങ്കൾ ഉദ്ദേശിക്കുന്ന SDP ജമാഅത്തെ ഇസ്ലാമി ആണെങ്കിൽ അത് തെളിച്ചു പറയണം. അതല്ല നിങ്ങൾ മുസ്ലിം ലീഗിനെയും ഈ പറയുന്ന കൊടിയ വർഗീയവാദി കൂട്ടത്തിലേക്ക് പെടുത്തി ചാപ്പയടിച്ചിട്ടുണ്ടെങ്കിൽ അത് നേർക്കുനേർ പറയണം. ഇത് വിജയരാഘവൻ ഉദ്ദേശിക്കുന്നത് മുസ്ലിം ലീഗിന്റെ വോട്ടാണെങ്കിൽ ഞാൻ സമ്മതിച്ചു, എനിക്ക് തർക്കമില്ല. കാര്യം മുസ്ലിം ലീഗിന്റെ വോട്ട് അവിടെ ഉണ്ട്, അവരുടെ കോർ വോട്ട്, അവരുടെ ബേസ് വോട്ട് അവിടെ ഉണ്ട്. അതല്ലാതെ ഈ പറയുന്ന മാരക ഭൂരിപക്ഷത്തിൽ ഈ KT കുഞ്ഞിക്കണ്ണനും ശ്രീ വിജയരാഘവനും പറയുന്ന SDP ജമാഅത്തെ ഇസ്ലാമി വോട്ട് എത്രയാണ്? അത് ഏത് മണ്ഡലത്തിലാണ് വിജയരാഘവൻ? അല്ല ആഷ്മി, SDP-യും ജമാഅത്ത് ഇസ്ലാമിയും കേരളത്തിലെ UDF-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ മുസ്ലിം ലീഗിൻ്റെ അംബ്രലക്ക് കീഴിലാണുള്ളത്. അപ്പോൾ അവർ ഒരു മുസ്ലിം പൊളിറ്റിക്സ് കേരളത്തിൽ പ്രയോഗിക്കുകയാണ്. ഒരു മതനിരപേക്ഷ രാഷ്ട്രീയത്തിന് പകരം അവരുടേതായ ഒരു വർഗീയ അജണ്ടയിൽ നിന്ന് കേരളത്തിൽ കളി ആരംഭിച്ചിരിക്കുന്നു. അവരുടെ ഈ മതനിരപേക്ഷ രാഷ്ട്രീയത്തിന് കേരളത്തിൽ ഏറ്റവും വെല്ലുവിളിയായി നിൽക്കുന്നത് ഇടതുപക്ഷവും മതനിരപേക്ഷ രാഷ്ട്രീയ കക്ഷികളുമാണ്. അപ്പോൾ 2019 ശ്രീമാൻ അമിത്ഷാ പറഞ്ഞ അവർ പല 2019 മഹാനായ ശ്രീമാൻ BJP അമിത്ഷാ പറഞ്ഞ ഇവിടുത്തെ പ്രചരണം കണ്ടാൽ അത് ഇന്ത്യയാണോ പാകിസ്ഥാനാണോ സംശയം തോന്നുന്നു എന്ന ലൈനിലേക്ക് CPM എത്തുന്നുണ്ട് അല്ലേ KT കുഞ്ഞിക്കണ്ണൻ? അപ്പൊ ഇവിടെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വയനാട്ടിൽ വിജയിച്ചു പോയത് ഈ പറഞ്ഞ വർഗീയവാദി ശക്തികളുടെ വോട്ട് കൊണ്ട് മാത്രമാണെങ്കിൽ അവിടെ കാണുമ്പോൾ, അവിടെ ഈ പച്ചക്കൊടി കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ഇന്ത്യയാണോ പാകിസ്ഥാനാണോ എന്ന് അമിത്ഷാ പറഞ്ഞ ആ ലൈനിന്റെ മറ്റൊരു വെർഷൻ അല്ലേ KT കുഞ്ഞിക്കണ്ണൻ? അല്ല, അങ്ങനെ അമിത്ഷാ പറഞ്ഞപ്പോൾ ഒരൊറ്റ കോൺഗ്രസ് തന്നെ ഇതിനെ പ്രതിരോധിക്കാൻ വന്നിട്ടില്ല. കേരളത്തിൽ CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗവും മുഖ്യമന്ത്രിയായ പിണറായി വിജയനാണ്
പച്ചക്കൊടി അതിൻ്റെ ചരിത്രം അറിയാത്തതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് പറഞ്ഞത്. ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ അന്ന് അതിശക്തമായിട്ട് അമിത്ഷായുടെ പ്രസ്താവനക്കെതിരായിട്ട് സാമൂഹ്യ മാധ്യമങ്ങൾ എഴുതുകയും രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. ഇടതുപക്ഷമാണ് അതിനെ പ്രതിരോധിച്ചത്. ഇന്ത്യയുടെ ദേശീയ ചരിത്രമൊക്കെയായി ബന്ധപ്പെട്ട് പച്ചക്കൊടിയുടെ ചരിത്രം BJP-ക്കാർക്ക് മനസ്സിലാവില്ലെന്ന് പറഞ്ഞ് ഞങ്ങളാണ്. അതല്ല ഹാഷ്മി കൂട്ടിക്കുഴക്കണ്ട. ഹിന്ദുത്വ വിജയരാഘവൻ പറഞ്ഞത് അതന്നെ സാറേ. വിജയരാഘവൻ പറയാണ് പ്രിയങ്ക ഗാന്ധിയുടെ പ്രൊസഷൻ പ്രിയങ്ക ഗാന്ധിയുടെ ജാഥയുടെ മുന്നിലും പിന്നിലും ആരാ എന്ന് ചോദിക്കുകയാണ്. അതിനുശേഷം പറയുകയാണ് ആരൊക്കെയാണ് എന്താണ് അങ്ങേയറ്റം ഈ പറയുന്ന ഭൂരിപക്ഷ അല്ലെങ്കിൽ ന്യൂനപക്ഷത്തിന്റെ അല്ലെങ്കിൽ ന്യൂനപക്ഷ വർഗീയതയുടെ തീവ്രവാദത്തിന്റെ എന്തോ വൃത്തികെട്ട ഏതോ നിന്ദ്യമായ നീചമായ ഏതോ എലമെന്റുകൾ മുന്നിലും പിന്നിലും നിൽക്കുന്നു എന്ന് പറയുകയാണ് വിജയരാഘവൻ. ഈ പ്രിയങ്ക ഗാന്ധി ഇവിടെ വന്ന എല്ലാ റാലികളും റിപ്പോർട്ട് ചെയ്ത ആളാണ് ഞാൻ. ഞാൻ കണ്ടത് അത് അവിടെ മുന്നിലും പിന്നിലും മുസ്ലിം ലീഗുകാരെ കണ്ടു, കോൺഗ്രസ്സുകാരെ കണ്ടു, ലീഗിന്റെ പതാക ഇക്കുറി പ്രിയങ്ക വന്നപ്പോൾ കണ്ടു, രാഹുൽ ഗാന്ധി വന്നപ്പോൾ ലീഗിന്റെ പതാകയ്ക്ക് പകരം എന്താണ് പച്ച ബലൂണുകൾ കണ്ടു. അതല്ലാതെ ഈ പറയുന്ന നിന്ദ്യമായ തീവ്രമായ പ്രിയങ്ക ഗാന്ധിയുടെ ജാഥയ്ക്ക് മുന്നിലും പിന്നിലും നിന്ന ശക്തികൾ ആരാണ് CPM-ന്റെ നിലപാടിൽ, CPM-ന്റെ അഭിപ്രായത്തിൽ ശ്രീ KT കുഞ്ഞിക്കണ്ണൻ? അല്ല, അക്ഷയെ പോലുള്ളൊരു മാധ്യമ പ്രവർത്തകൻ അത്ര ലളിതവൽക്കരിച്ച കാര്യത്തെ കാണരുത്. കേരളത്തിൽ UDF പ്രിയങ്ക ഗാന്ധി മത്സരിച്ച വയനാട് നിയോജക മണ്ഡലത്തിൽ SDPയെയും ജമാഅത്ത് ഇസ്ലാമിയെ ഉൾപ്പെടെയുള്ള തീവ്ര വർഗീയ സംഘങ്ങളെ കൂട്ടുപിടിച്ചു. ആ കാര്യം ഒരു പ്രസംഗകൻ അയാളുടേതായ രീതിയിൽ അവതരിപ്പിക്കുമ്പോൾ അത് മുന്നിലും പിന്നിലും ആരാണോ എന്നുള്ളൊരു യുക്തിയല്ലത്. SDP ആയിട്ട് കൂട്ടുചേർന്നോ, ജമാഅത്ത് ഇസ്ലാമിയായി കൂട്ടിച്ചേർന്നു. ഈ കാര്യത്തിനാണ് കേരളത്തിന് ഉത്തരം കിട്ടുന്നത്, മതനിരപേക്ഷതക്ക് ഉത്തരം കിട്ടുന്നത്. ദേശീയ തലത്തിൽ BJP വർഗീയവാദികളെ പിടിച്ചുകൊണ്ട് കഴിയില്ല. കറകളഞ്ഞ മതനിരപേക്ഷ നിലപാടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ഓക്കെ, ജിൻഡോ, ഇവിടെ നിങ്ങൾ വിജയരാഘവനെ വർഗീയ വിജയരാഘവൻ എന്ന് വിളിക്കുകയാണ്. തെറ്റാണ്. വിജയരാഘവൻ വർഗീയവാദിയാണോ? അല്ല. P. മോഹനൻ വർഗീയവാദിയാണോ? അല്ല. ഞാൻ പറയാൻ കാരണം എന്താണ്, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഹമാസ് എന്ന് പറഞ്ഞ്, പൗരത്വ ഭേദഗതി എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ മുസ്ലിം സംരക്ഷണം ഞങ്ങളാണെന്ന് പറഞ്ഞ് മലബാർ മേഖലയിലൊക്കെ പ്രസംഗിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വന്നപ്പോൾ എന്തെങ്കിലും തരത്തിൽ ഗുണം ഉണ്ടായില്ലെന്ന് മാത്രമല്ല തിരിച്ചടിച്ചു എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ മുസ്ലിം വോട്ട് കിട്ടിയില്ല. CPM-ന്റെ ബേസ് വോട്ട് ഈഴ വോട്ട് ചോർന്നു പോവുകയും ചെയ്തു. അടുത്ത ഇലക്ഷൻ നേരത്തെ ഈ പറയുന്ന എന്താണ് ആ സ്ട്രാറ്റജി നേരെ തിരിച്ചിട്ടു. ആ തിരിച്ചിടുമ്പോൾ പറയുന്ന കാര്യങ്ങൾ പറയുന്നു എന്നതല്ലാതെ ഇവരൊന്നും ഉള്ളിൽ വർഗീയവാദികളല്ല ജിൻഡോ. അപ്പൊ അവരെ വർഗീയവാദികൾ എന്ന് വിളിക്കാവോ? വർഗീയ വിജയരാഘവൻ എന്നൊക്കെ വിളിക്കാവോ? തെറ്റല്ലേ? ഇല്ല, വർഗീയവാദികൾ എന്നല്ല വിളിക്കേണ്ടത്, വിഷരാഘവൻ എന്നാണ് വിളിക്കേണ്ടത്. കാരണം എത്രത്തോളം വിഷലിപ്തമായിട്ടുള്ള മുദ്രാവാക്യമാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം പ്രസംഗിച്ചത്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന KT കുഞ്ഞിക്കണ്ണൻ പറയാൻ പറ്റുമോ പ്രിയങ്ക ഗാന്ധിയുടെ പ്രകടനത്തിൻ്റെ മുന്നിലും പിന്നിലും ആരായിരുന്നു എന്നാണ് വിജയരാഘവൻ ഉദ്ദേശിച്ചത്? ഞങ്ങൾക്ക് ആർക്കും മനസ്സിലാകാഞ്ഞിട്ടാണെങ്കിൽ താങ്കൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതൊന്ന് പറയാൻ പറ്റുമോ? ആരാണ് പ്രിയങ്ക ഗാന്ധിയുടെ പ്രകടനത്തിൻ്റെ മുന്നിലും പിന്നിലും ഉണ്ടായിരുന്നത് എന്ന് നിങ്ങൾ ഉദ്ദേശിച്ചത്? ഏത് പതാകയാണ് നിങ്ങൾ കണ്ടത്? ഏത് പ്രസ്ഥാനത്തെയാണ് നിങ്ങൾ കണ്ടത്? നിങ്ങൾ ആരെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറയണ്ടേ? ഞങ്ങൾ പറഞ്ഞു. അതായത് ലീഗ് ഈ ജമാഅത്തെ ഇസ്ലാമിയും SDPയും ഇപ്പോൾ അവർ അംബ്രല്ല കീഴിൽ നിർത്തുകയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ലീഗിന്റെ പതാക എന്ന് പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമി പ്ലസ് SDPA പ്ലസ് ലീഗിന്റെ പച്ച പതാക, എല്ലാം പച്ചയാണല്ലോ എന്നൊക്കെയാണല്ലോ വെപ്പ്. അപ്പോൾ അത് ലീഗിന്റെ പതാക എല്ലാം കൂടി ചേർന്ന് ഉദ്ദേശിച്ചു. അവർ കണ്ടപ്പോൾ അത് ജമാഅത്തെ ഇസ്ലാമിയുടെ പതാകയെ അവർ കാണാൻ കഴിയുന്നു, SDPയുടെ പതാകയെ കാണാൻ കഴിയുന്നു. കാര്യം എന്താണ്? ലീഗിന്റെ നമ്പറിലെ കീഴിലാണ് ഇവരെല്ലാവരും അക്കോർഡിംഗ് ടു CPM. ഓക്കെ, അങ്ങനെ ഇപ്പോൾ ഹാഷ്മി അവസാനം പറഞ്ഞ വാചകമാണ് കറക്റ്റ്. അക്കോർഡിംഗ് ടു CPM ഇത് തന്നെയാണ് അമിത്ഷാ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് പറഞ്ഞത്. രാഹുൽ ഗാന്ധിയുടെ പ്രകടനത്തിൽ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുമ്പോഴൊക്കെ പാകിസ്ഥാൻ പതാകകളുമായിട്ട് തീവ്രവാദികൾ നടക്കുന്നു എന്നുള്ള രീതിയിലുള്ള പ്രചരണം നടത്തുന്നത്. അതിൻ്റെ ശരിയും തെറ്റുമൊക്കെ കേരളത്തിൽ ചർച്ച ചെയ്തപ്പോൾ CPM അന്നെടുത്ത സ്റ്റാൻഡ് എന്തായിരുന്നു എന്നൊക്കെ ഇവർ ഓർക്കുന്നതല്ല. ഇത് വിജയരാഘവൻ്റെ ഒറ്റപ്പെട്ട ഒരു പരാമർശമായിട്ട് മാത്രം മാറ്റിവെക്കാൻ പറ്റില്ല. ഈ ചർച്ചയിൽ പോലും കൃത്യമായിട്ട് മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുന്ന KT കുഞ്ഞിക്കണ്ണനെ പോലുള്ള ആളുകൾ മുൻകാല ചരിത്രം കൂടി പരിശോധിക്കണം. ഇത് പെട്ടെന്ന് വന്നൊരു നാക്കുപിഴയായിട്ടൊന്നും നമ്മൾ കാണണ്ട. CPM-ന്റെ പ്രഖ്യാപിത നിലപാടാണെന്നേ. കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി പ്രചരിപ്പിച്ചത് ആരാണെന്ന് കണ്ടെത്താൻ കേരളത്തിലെ പോലീസിന് കഴിയാഞ്ഞിട്ടല്ല. അത് കണ്ടെത്തിയാൽ CPM-ന്റെ ഉന്നത നേതാക്കന്മാരുമായിട്ട് അടുത്ത ബന്ധമുള്ള CPM-ന്റെ സഖാക്കന്മാർ പ്രതിയേർക്കപ്പെട്ട് അകത്ത് പോകുമെന്നുള്ളത് കൊണ്ടാണ്. ജിൻഡോ, എന്റെ പോയിന്റ് എന്താണ്? എന്റെ പോയിന്റ് CPM ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത്തരം ഏതെങ്കിലും പ്രസ്താവന നടത്തിക്കണ്ടോ? ഇല്ല. അവർ ന്യൂനപക്ഷ സംരക്ഷകരായിരുന്നു. അവർ പൗരത്വ ഭേദഗതി കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് മാസ് ഡയലോഗ് ഇട്ട് പറയുന്ന മുഖ്യമന്ത്രിയുടെ പാർട്ടിയായിരുന്നു, അല്ലേ? അവർ ഈ പറയുന്ന പലസ്തീൻ കോസിനൊപ്പം നിന്ന് മലബാർ മേഖലയിലൊക്കെ എല്ലാ കവലകളിലും നടത്തി പ്രചരണം നടത്തിയ ന്യൂനപക്ഷ സംരക്ഷകരും മുസ്ലിം ഇഷ്ടക്കാരുമല്ല ആയിരുന്നില്ലേ ജിൻഡോ? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദൗർഭാഗ്യവശാൽ അവരുടെ തന്ത്രം പരാജയപ്പെട്ടു. തന്ത്രം ഒന്ന് മാറ്റി, അത്രേ ഉള്ളൂ ഇക്കാര്യത്തിൽ. അതിന് ഇങ്ങനെ വിഷമിക്കണോ?
അല്ല, അവർ അടവ് നയം മാറ്റാതിരിക്കുക, അത് അവരുടെ പാർട്ടിയുടെ പ്രശ്നമാണ്. പക്ഷേ കേരളം പോലെ മതേതരത്വത്തിൻ്റെ ഒരു പച്ചത്തുരുത്തായിട്ട് ഇരിക്കുന്ന സംസ്ഥാനത്ത് വിഷലിപ്തമായിട്ടുള്ള ഇത്തരം പ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് ആളുകളെ തമ്മിലടിപ്പിക്കാൻ നോക്കുന്നതിന് ഇതിനെ കേസെടുത്ത് പ്രോസിക്യൂട്ട് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം എന്താ, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് മുസ്ലിം ലീഗ് ഇവർക്ക് വലിയ പലഹാരമായിരുന്നു, ഇവർക്ക് മുസ്ലിം ലീഗിനോട് പുന്നാരമായിരുന്നു. മുസ്ലിം ലീഗിന് അർഹതപ്പെട്ടത് പലതും കൊടുക്കാനുണ്ടെന്നൊക്കെയാണ് CPM ഉന്നത നേതാക്കന്മാർ പറഞ്ഞത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റ അമ്പി കഴിഞ്ഞപ്പോൾ മുസ്ലിം ലീഗിനില്ലാത്ത കുഴപ്പങ്ങളില്ല. മുൻപ് ഈ വിജയരാഘവൻ തന്നെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, പാണക്കാട്ട് തങ്ങൾ വടക്കോട്ട് പോയാൽ വർഗീയ കലാപം ഉണ്ടാവും, കുഞ്ഞാലിക്കുട്ടി മുസ്ലിം ലീഗിലേക്ക് വർഗീയ തീവ്രവാദികളെ റിക്രൂട്ട് ചെയ്യുന്നു. എന്തൊക്കെയാണ് പറഞ്ഞത്? ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പിണറായി വിജയന്റെ സ്റ്റേറ്റ്മെന്റ് എന്താ? മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രസ്താവന, ഹിന്ദു പത്രത്തിൽ വന്ന വാർത്ത, ഇന്റർവ്യൂ എന്താ? അതിന് PR ഏജൻസി ആരുടെയായിരുന്നു? സംഘപരിവാർ ഏജൻസികളുമായി ബന്ധപ്പെട്ട PR ഏജൻസി നടത്തുന്ന അത്തരം വാർത്തകളെ തള്ളിപ്പറയാതെ, അത്തരം നിലപാടുകളെ തള്ളിപ്പറയാതെ CPM അതിനെ എൻഡോഴ്സ് ചെയ്യാണ്. ഇപ്പോൾ പോലും വിജയരാഘവൻ എടുത്ത നിലപാട് തെറ്റായിരുന്നു എന്ന് CPM ഏതെങ്കിലും ഒരു നേതാവ് പറയുന്നുണ്ടോ? പോളിറ്റ് ബ്യൂറോ മെമ്പറാണ് വിജയരാഘവൻ. കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി പ്രചരിപ്പിച്ചതുപോലെ കഴിഞ്ഞ ലോക്സഭ ഇലക്ഷൻ സമയത്ത് പാലക്കാട് സിറാജും സുപ്രഭാതം പത്രത്തിൽ വാർത്ത കൊടുത്തതുപോലെ ആളുകളെ തരാതരം പോലെ ഓരോ തെരഞ്ഞെടുപ്പ് സമയത്ത് തമ്മിലടിപ്പിക്കാനുള്ള വർഗീയ അജണ്ടയാണ് ഇതിന്റെ പുറകിൽ. കുറച്ച് ദിവസം മുമ്പല്ലേ CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മെക്സവന്റെ പുറകിലുള്ള വർഗീയ തീവ്രവാദികളുടെ സാന്നിധ്യം പരിശോധിക്കാൻ ഇറങ്ങിയത്? അവസാനം എന്താ സംഭവിച്ചത്? കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് പിണറായി വിജയനാണ്. പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ, പോളിറ്റ് ബ്യൂറോ മെമ്പർ ആയിരുന്ന പിണറായി വിജയൻ. ആ പിണറായി വിജയന്റെ പോലീസിന് അന്വേഷിച്ചാൽ കണ്ടുപിടിക്കാൻ പറ്റാത്തത്ര ആഴത്തിലുള്ള തീവ്രവാദ പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. മെക്സവനുമായി ബന്ധപ്പെട്ട ആരോപണം നടത്തുന്നു. അല്ലെങ്കിൽ കുറച്ചു കാലം മുമ്പല്ലേ ലവ് ജിഹാദ് എന്ന് പറഞ്ഞൊരു പ്രസ്താവന നടക്കുന്നത്? ജോർജ് M. തോമസ് എന്ന് പറഞ്ഞ MLA ഉൾപ്പെടെ പിന്താങ്ങിയ ആ പ്രസ്താവന. അല്ല, ഞാൻ പറയട്ടെ VS അച്യുതാനന്ദൻ പറഞ്ഞ അതേ വാചകങ്ങളാണ് യോഗി ആദിത്യനാഥ് പറയുന്നത്. കേരളക്ക് ഏക് മുഖ്യമന്ത്രി, കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ ബോല എന്നും പറഞ്ഞുകൊണ്ട് ബോലിക്കൊണ്ടിരുന്നത്. ഇന്ത്യയിൽ മുഴുവൻ ഒരു പ്രചരണം നടത്തുന്നില്ലേ? സംഘപരിവാർ ഏജൻസികൾക്ക് ഈ രാജ്യം മുഴുവൻ പ്രചരണം നടത്താനുള്ള വഴിമരുന്നിട്ട് കൊടുത്തിട്ട് പിന്നീട് ഇവർ ഏതെങ്കിലും പാലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം നടത്തുകയോ CAA വിരുദ്ധ സമരം നടത്തിയാൽ ആര് വിശ്വസിക്കും? CAA-ക്കെതിരെ സമരം ചെയ്ത ചെറുപ്പക്കാർക്കെതിരെ കലാപഹോനത്തിന് കേസെടുത്ത പിണറായി വിജയന്റെ പോലീസ്. CPM ഇപ്പൊ പറക്കുന്ന ഭൂരിപക്ഷ പ്രീണനം ചീട്ട് കീറിയാൽ ഉടനെ അടുത്ത ചീട്ടിറക്കും. അത്രേ ഉള്ളൂ. അക്കാര്യത്തിൽ അതിനെ അങ്ങനെ വ്യാകുലപ്പെടേണ്ട കാര്യമോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അങ്ങനെ എത്താം. ജിൻഡോ, ഉല്ലാസ് ബാബു ഈ CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ഈ മെക്സവനെ പറ്റി പറഞ്ഞ അതേ യോഗത്തിൽ പറയുന്ന മറ്റൊരു പ്രസംഗം ഉണ്ടെന്ന് പറഞ്ഞാൽ, ഈ ജമാഅത്തെ ഇസ്ലാമി പടർന്നു പന്തലിക്കുന്നു, അവർ രാജ്യം പിടിക്കുന്നു, അവർ ഒരു ഇസ്ലാമിക രാജ്യമാകുന്നു. ആ ഇസ്ലാമിക രാജ്യമാകുമ്പോഴേക്കും വേട്ടയാടപ്പെടുന്നത് ആരാ? ഇപ്പൊ ഇന്ന് ഈ വിജയരാഘവൻ ചോദിച്ച പോലെ ആരാ അവിടെയും ചോദിക്കുന്നുണ്ട്, ആരാ ഹിന്ദുക്കൾ വേട്ടയാടപ്പെടുന്നു എന്ന് BJP-ക്കാരോ അല്ലെങ്കിൽ RV ബാബുവോ ശശികല ടീച്ചറോ ഒന്നും പറയാത്ത രീതിയിലുള്ള മാരകമായ ഹൈപ്പോത്തറ്റിക്കൽ ഭീകരത നമ്മൾ സംസാരിച്ച് കേട്ടു. CPM ജില്ലാ സെക്രട്ടറി പറയുന്നത് കേട്ടു. ഇന്ന് വിജയരാഘവൻ അമിത്ഷാ എന്ന് പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ ജയിച്ചത് തീവ്ര ന്യൂനപക്ഷ കൊടിയ നിന്ദ്യ വർഗീയ ശക്തികളുടെ ബലത്തിൽ മാത്രം ജയിച്ചു പോയെന്ന് വിജയരാഘവൻ പറഞ്ഞു. ഉല്ലാസ് ബാബു, ഇവിടെ നിങ്ങളുടെ പണി കുറയുകയാണോ അതോ നിങ്ങൾക്ക് സ്പേസ് നഷ്ടമാവുകയാണോ? ഉല്ലാസ് ബാബു. ഇതിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ബഹുമാനായിട്ടുള്ള ശ്രീ സഖാവ് KT കുഞ്ഞിക്കണ്ണൻ അവരുടെ വാക്കുകൾ ഞാൻ നന്നായി ശ്രദ്ധിക്കുകയാണ്. അദ്ദേഹം നിരവധി പദങ്ങൾ, അത് പൊതുവെ കമ്മ്യൂണിസ്റ്റ് ശൈലിയാണല്ലോ, വരട്ട് തത്വശാസ്ത്രങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും അദ്ദേഹം വിജയരാഘവനെ തള്ളി പറഞ്ഞിട്ടില്ല. വിജയരാഘവൻ വളരെ നാടൻ ഭാഷയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വിജയരാഘവൻ വളരെ കൃത്യമായിട്ട് എന്താ പറഞ്ഞത്? ന്യൂനപക്ഷ വർഗീയവാദികൾ മുന്നിലും പിന്നിലും ഉണ്ടായിരുന്നു, അതിൽ തീവ്രവാദ ശക്തികളുണ്ട്. നോക്കും, നമ്മളൊരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കണം. CPM എന്താണിപ്പോൾ പെട്ടെന്ന് ഇത് ന്യൂനപക്ഷ വർഗീയവാദത്തെക്കുറിച്ച് എതിർക്കാൻ തീരുമാനിച്ചത്? CPM-ൻ്റെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ബേസ് വോട്ടുകളായിരുന്ന ഭൂരിപക്ഷ ഹിന്ദു വിഭാഗത്തിൻ്റെ വോട്ടുകൾ അവരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നു. അവരുടെ ന്യൂനപക്ഷ പ്രീണനവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു അവരുടെ പലതരം നയങ്ങളുടെ ഭാഗമായിട്ട് എന്നറിഞ്ഞപ്പോൾ, അത് ലോകസഭയിൽ കൃത്യമായി കണ്ടപ്പോൾ, സ്വാഭാവികമായിട്ട് ഇനി 11 മാസം കൂടിയുള്ള പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്കും 15 മാസം കൂടിയുള്ള നിയമസഭയിലേക്കും അടുക്കുമ്പോൾ അവർക്ക് നഷ്ടപ്പെട്ട ഭൂരിപക്ഷ വിഭാഗത്തിൻ്റെ വോട്ടുകൾ അവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരു ഇരട്ടത്താപ്പ് നയം എന്നാണ് അതിനെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ നാവുകളെ കൊണ്ടുള്ള ഒരു ഗിമ്മിക് എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ ഇടയിൽ അടവ് നയം പറയാൻ പറ്റില്ല, തട്ടിപ്പ് നയം കൂടിയാണ് ഇതിനകത്ത്. കാരണം എന്തെന്നറിയാമോ, ഇത് ഭൂരിപക്ഷ ആയിക്കോട്ടെ, അപ്പം ഏത് നയം വേണമെന്ന് പറഞ്ഞാലും തട്ടിപ്പ്, CPM-ൻ്റെ പച്ചയായ തട്ടിപ്പ്. എന്താ അതിൻ്റെ തട്ടിപ്പിൻ്റെ പിന്നിലെ? ഭൂരിപക്ഷ സമൂഹത്തിന് തോന്നണം CPM അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെ. ഇത് നാട്ടിൽ ആ ഒരു വികാരം ക്രിയേറ്റ് ചെയ്ത് വോട്ട് വാങ്ങിക്കാനുള്ള ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ സൂത്രത്തിൻ്റെ ഭാഗമാണ് ജയരാജനായിക്കോട്ടെ, പിണറായി വിജയനായിക്കോട്ടെ, വിജയരാഘവനായിക്കോട്ടെ, മോഹനൻ മാഷായിക്കോട്ടെ, ഇവരൊക്കെ
ഇവരൊക്കെ കൃത്യമായി ഈ വിഷയം പറയുന്നത്. ഞങ്ങളിത് മുന്നേ പറഞ്ഞിരുന്നതാണ്. ഇവരിതൊക്കെ പറയുമ്പോഴും PDP ആയിട്ടും INL-ഉമായിട്ട് ഇവർ കൂട്ടുകൂടിയ ചരിത്രം അല്ലെങ്കിൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യം നമുക്കറിയാം. SDP ആയിട്ട് ഇവർ കൂട്ടുകൂടിയിട്ടും ഇവരുടെ അധികാര സ്ഥാനങ്ങൾ സ്ഥിരപ്പെടുത്താൻ വേണ്ടി നടത്തുന്ന പ്രവർത്തനവും നമുക്കറിയാം. ഈ മുസ്ലിം ലീഗിൻ്റെയും SDP-യുടെയും ആളുകളെ ഏറ്റവും കൂടുതൽ സംരക്ഷിക്കുന്ന പണിയും SDP-യിൽ നിന്ന് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്ന ശൈലിയും ഇടതുപക്ഷവും വലതുപക്ഷവും നടത്തുമെന്ന് നമുക്കറിയാം. പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനത്തിന് ശേഷം പോപ്പുലർ ഫ്രണ്ടിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളെ റിക്രൂട്ട് ചെയ്യാൻ കേഡർമാരാക്കാനുള്ള തത്രപ്പാടിലാണ് ഇടതുപക്ഷവും വലതുപക്ഷവും ഉള്ളത്. അപ്പോൾ ഇവരൊക്കെ ഇതിൻ്റെ പുറകിൽ പോയി കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ അജണ്ട സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൽ പെട്ടുപോകാതിരിക്കേണ്ടത് ജനങ്ങളാണ്. ഒരു സംശയവും വേണ്ട. ഇടതുപക്ഷത്തിൻ്റെ മുതലക്കണ്ണീരാണ് ഇവർ. ഇന്ത്യ മുന്നണിയുടെ സഖ്യമാണ് ഇവർ. വലിയ മതേതരത്വം പറഞ്ഞ് ഇന്ത്യ മുന്നണി സഖ്യമായിട്ട് മുന്നോട്ട് പോകുന്നവരല്ലേ ഇവർ. ഒരു സംശയവും വേണ്ട. ഇവിടെ രണ്ടാക്കിക്കൊണ്ട് ജനങ്ങളുടെ വോട്ട് വാങ്ങിക്കാനുള്ള തന്ത്രവുമാണ് ഈ ഇടതുപക്ഷം നടത്തുന്നത്. ഇവർ അന്നും ഇന്നും എന്നും തീവ്രവാദ രാഷ്ട്രീയ സ്വഭാവമുള്ളവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് ബഹുമാനായ KT കുഞ്ഞിക്കണ്ണൻ സഖാവിൻ്റെ പാർട്ടിയും അതുപോലെ ബഹുമാനായ ജിൻഡോ ജോണിൻ്റെ പാർട്ടിയും ഇവിടെ അനുവർത്തിച്ചു പോന്നിട്ടുള്ളത്. അവർ അതിൽ തന്നെ തുടരുന്നു. ഇപ്പുറത്തെ വിഭാഗത്തിനെ ഒന്ന് തലോടുന്നതിനും ഓമനിക്കുന്നതിനും വോട്ട് പോയത് തിരിച്ചു പിടിക്കുന്നതിനും വേണ്ടിയുള്ള തന്ത്രം മാത്രമാണ് ഉള്ളത്. പക്ഷേ യഥാർത്ഥത്തിൽ അവർ പുറകിൽ ബാബു, ഞാൻ ഇടയ്ക്ക് മറ്റൊരു കാര്യമാണ് എങ്കിൽ കൂടി നിങ്ങൾ ഓമനിക്കുന്നതിനെ പറ്റി തലോടുന്നതിനെ പറ്റിയൊക്കെ പറഞ്ഞത്. അപ്പോൾ കുറേ നാളായി ക്രൈസ്തവ വിഭാഗങ്ങളുമായി BJP അടുക്കുന്നുണ്ടല്ലോ. ഇന്നിപ്പോൾ പാലക്കാട് നല്ല സ്കൂളിലുണ്ടായ ആ വിഷയത്തെപ്പറ്റി ഉല്ലാസ് ബാബു പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. അവിടെ ഒരു ക്രിസ്മസ് ആഘോഷത്തിന് പോകുന്നു. VHP-യുടെ ഏതോ ജില്ലാ സെക്രട്ടറിയോ ജില്ലാ പ്രസിഡന്റോ അടക്കം ഒരു ബജറംഗ് ദൾ നേതാവ്, 2 VHP നേതാക്കൾ, ഒരു ബജറംഗ് ദൾ നേതാവ് അവിടെ പോയി ഈ കുട്ടികളാണ്, UP സ്കൂൾ കുട്ടികളാണ് കേട്ടോ, അവർ ക്രിസ്മസ് ആഘോഷിക്കുന്നതിനൊക്കെ വല്ലാതെ ആഭാസ വർത്താനം പറയുകയും ഈ പറയുന്ന എന്തോ വൃത്തികേടാണെങ്കിൽ ചെയ്തു. പ്രധാനാധ്യാപക കൊണ്ട് പരാതി കൊടുത്തു. അവരിപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണെന്ന് തോന്നുന്നു. VHP നിങ്ങളുടെ സഹോദര സംഘടനയാണ്, തള്ളി പറയുന്നുണ്ടോ? അല്ല, ഞങ്ങളുടെ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ ആഘോഷമാണെങ്കിലും മുസ്ലിം സമൂഹത്തിൻ്റെ ആഘോഷമാണെങ്കിലും ഹൈന്ദവ സമൂഹത്തിൻ്റെ ആഘോഷമാണെങ്കിലും ആഘോഷങ്ങളും വിശ്വാസങ്ങളും ആചാരങ്ങളും അതൊക്കെ ഭംഗിയായിട്ട് നടന്നു പോകട്ടെ. അതിലൊന്നും ഒരു വിരോധമുള്ള കാര്യമല്ല. അതിനൊന്നും ഒരാൾ തടയേണ്ടതോ അത്യാദി കാര്യങ്ങളൊന്നും ഒരു പ്രയാസം ഉണ്ടാക്കേണ്ട കാര്യങ്ങളല്ല. BJP-യെ സംബന്ധിച്ചിടത്തോളം BJP-യുടെ രാഷ്ട്രീയം എന്ന് പറയപ്പെടുന്നത് അത് പൂർണ്ണമായിട്ട് എല്ലാവരിലും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയമാണ്. അതിനെ വർഗീയവാദികളെന്ന് ചിത്രീകരിക്കും. അതൊക്കെ നടത്തിയത് നടപടിയെ BJP തള്ളി പറയുകയാണ്. അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞല്ലോ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, ഇനി മറ്റേതെങ്കിലും വിഭാഗം ഉണ്ടെങ്കിൽ എല്ലാ വിഭാഗങ്ങളുടെയും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും ആഘോഷങ്ങളും ഒക്കെ ഭംഗിയായിട്ട് നടക്കട്ടെ എന്ന് എന്തായാലും വിരോധമുള്ളത്. അതിനെ ഏറ്റവും കൂടുതൽ അംഗീകരിക്കുന്ന രാഷ്ട്രീയ സംഘടന ഞങ്ങൾ. ഇവരുടെ പോലെ ഇരട്ടത്താപ്പ് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ സംവിധാനം. മറുപടി പറഞ്ഞോളൂ. അതോടൊപ്പം ഈ പറയുന്ന വടകരയിൽ ഷാഫി പറമ്പിൽ മത്സരിച്ചു. അവിടെയും ഷാഫി പറമ്പിൽ ഇവിടെ CPM-ന് ബ്രാൻഡ് ഐക്കണ KK ശൈലജ ടീച്ചറെ വലിയ വോട്ടിൽ തോപ്പിച്ച് വലിയ വിജയത്തിൽ, എന്താണ്, വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. അവിടെയും പറഞ്ഞു ഈ പറയുന്ന ന്യൂനപക്ഷ വോട്ട്, ന്യൂനപക്ഷ ധ്രുവീകരണം, വർഗീയത, ഒരു കാഫർ സ്ക്രീൻഷോട്ട് അടിച്ചുണ്ടാക്കി ഇറക്കി. അത് റിബേഷ് എന്ന് പറഞ്ഞ ഡിവൈഎഫ്ഐക്കാരിൽ നിൽക്കുകയാണ്. അതിനങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് റിബേഷോട് പോലീസ് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല എന്നല്ല പറയുന്നത്, ഞാനത് പറയില്ല എന്ന് റിബേഷ് പോലീസിനോട് പറയുന്നത്. റിബേഷിനെതിരെ ഒരു നടപടി പാർട്ടി എടുത്തിട്ടില്ല, പോലീസും എടുത്തിട്ടില്ല. ഇപ്പോഴും എന്തോ ഫോറൻസിക് ലാബ് റിപ്പോർട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ് വായും പൊളിച്ച് മേപ്പോട്ട് പോലീസ്. അത് വടകരയിലെ സംഭവം. പാലക്കാട് വലിയ ഭൂരിപക്ഷത്തിൽ അവിടെ UDF ജയിച്ചു. അവിടെയും നിങ്ങൾ പറയുന്നു മുസ്ലിം ഭൂരിപക്ഷം, മുസ്ലിം വർഗീയത, ന്യൂനപക്ഷ വർഗീയത. വയനാട് നിങ്ങൾ വലിയ തോതിൽ സത്യം മൊകേരിക്ക് 7000 ചില്ലുവാനും വോട്ട് നഷ്ടപ്പെട്ടു. അവിടെയും നിങ്ങൾ പറയുന്നു മുസ്ലിം വർഗീയത, ന്യൂനപക്ഷ വർഗീയത. മെക്സവനിൽ മലബാർ മേഖലയിൽ അത് രൂപം കൊണ്ട് കുറച്ചധികം മുസ്ലിങ്ങൾ ഉണ്ടാക്കി. അതുകൊണ്ട് നിങ്ങൾ പറയുന്നു ജമാഅത്തെ ഇസ്ലാമി, മതരാഷ്ട്രവാദികൾ, ജമാഅത്തെ ഇസ്ലാമി ഇവിടെ ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കാൻ പോകുന്നു, ഹിന്ദുക്കളെ വേട്ടയാടാൻ പോകുന്നു. KT കുഞ്ഞിക്കണ്ണൻ മാഷെ, ഇവിടെ ഹിന്ദു വോട്ടുകൾ ചോർന്നു പോകുമ്പോൾ നിങ്ങൾ വോട്ട് തിരിച്ചു പിടിക്കാൻ കാണിക്കുന്ന സ്ട്രാറ്റജി രാഷ്ട്രീയമായി എനിക്ക് മനസ്സിലാകും. പക്ഷെ ഒരു നാടിനെ കുട്ടിച്ചോറാക്കുന്ന രീതിയിലുള്ള മുടിഞ്ഞ രാഷ്ട്രീയമായി മാറണോ? ഒരു ബെഞ്ച് മാർക്ക് പാലിക്കണ്ടേ KT കുഞ്ഞിക്കണ്ണൻ? അല്ല, ആഷ്മിക്ക് അങ്ങനെയൊക്കെ പറയാം. പക്ഷെ CPM പോലുള്ളൊരു പാർട്ടി അതിൻ്റെ ഒരു മതനിരപേക്ഷ നിലപാടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും ഒരു സമുദായത്തെയോ സാമൂഹ്യ വിഭാഗത്തെയോ സാമുദായികമോ മതപരവുമായ വികാരം ഉണർത്തി തങ്ങളുടെ കൂടെ കൂട്ടാൻ നോക്കുന്നവരല്ല. ആ രീതിയിലുള്ളൊരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം നമുക്കില്ല. അപ്പം നമ്മളൊരു സമകാലീന ഒരു 10-30 വർഷക്കാലത്തെ ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ അധികാരത്തിന് വേണ്ടി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ആരുമായി കൂട്ടുകൂടാൻ മടി കാണിക്കാത്തവരാണ് ഇവിടുത്തെ UDF-കാർ, BJP-ക്കാരും. ഇപ്പോൾ 91-ൽ ഞാൻ ഈ വടകര എന്ന് പറയുന്നത് കോലിബി സഖ്യം പരീക്ഷിക്കപ്പെട്ട ഒരു സ്ഥലമാണ്.
കടുത്ത കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത, ഇടതുപക്ഷ വിരുദ്ധത. ആ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയുടെയും ഇടതുപക്ഷ വിരുദ്ധതയുടെയും അടിസ്ഥാനം എന്താണ്? അത് വർഗപരമായ ഒരു പ്രശ്നമാണ് ഹാഷ്മി. ഇവിടെ ഭൂപരിഷ്കരണം ഉൾപ്പെടെ നടപ്പാക്കി കേരളീയ സാമൂഹ്യ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാക്കി. മനുഷ്യരുടെ ഭൗതിക ജീവിതത്തെ അടക്കി ഭരിച്ചിരുന്ന ഇവിടുത്തെ പ്രമാണി വർഗങ്ങൾക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കി. ആ പ്രമാണി വർഗങ്ങളുടെ താല്പര്യങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന ഒരാശയവും രാഷ്ട്രീയവുമാണ് UDFും BJPയും ഇവിടെ ഇന്നും പിന്തുടരുന്നത്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തെ എല്ലാ അർത്ഥത്തിലും തകർക്കാൻ, എതിർക്കാൻ ഏത് കൂട്ടുകെട്ടും ഉണ്ടാക്കും. അപ്പോൾ ഇവിടെ ന്യൂനപക്ഷ സമുദായങ്ങളുടെ വലിയ ധ്രുവീകരണം കേരളത്തിൻ്റെ ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിൽ ഉണ്ടായി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത് എന്താണ്, മതനിരപേക്ഷ ജനാധിപത്യ ഭരണഘടനാ സംവിധാനങ്ങൾ തകരുന്ന രീതിയിൽ, ന്യൂനപക്ഷങ്ങളെ അങ്ങേയറ്റ അരക്ഷിതാക്കുന്ന രീതിയിൽ കേന്ദ്ര ഭരണം വളരെ തീവ്രമാകുന്നു. അത് ഇനിയും രാജ്യത്ത് അധികാരത്തിൽ വരരുത്. അപ്പം മോഡിയെ മാറ്റി നിർത്താൻ ന്യൂനപക്ഷങ്ങൾ ഏറ്റവും യുക്തമായ കക്ഷി ഈ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വ ശക്തി എന്ന നിലക്ക് കോൺഗ്രസ് ആണ്. ആ ഒരു ധാരണയിലാണ് പലപ്പോഴും ന്യൂനപക്ഷങ്ങളുടെ വോട്ട്. അതൊരു വർഗീയമായ ഞങ്ങളുടെ പാർട്ടിക്ക് അങ്ങനെ രാഷ്ട്രീയമാണ് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ പൊളിറ്റിക്കൽ വോട്ട് ചെയ്തു എന്നാണ് താങ്കൾ പറഞ്ഞത്. പക്ഷെ താങ്കളുടെ മറ്റ് സഹപ്രവർത്തകർ, സഹനേതാക്കൾ പറയുന്നത് അങ്ങനെയല്ല. സഹനേതാക്കൾ പറയുന്നത് നിങ്ങൾ അമ്പയെ പരാജയപ്പെടുമ്പോൾ, നിങ്ങൾ പഠിച്ച പണി 18 നോക്കിയിട്ടും ജയിക്കാൻ കഴിയാതെ വരുമ്പോൾ നിങ്ങൾ ആ ന്യൂനപക്ഷ വർഗീയതയുടെ തലയ്ക്ക് നിങ്ങളുടെ പരാജയം വെക്കലാണ്. നോക്കൂ, മെക്സവൻ എന്ന് പറയുന്നൊരു കൂട്ടായ്മ, ആ പി മോഹൻ എന്ന് പ്രസംഗിക്കുകയാണ് അവിടെ. എന്താണ് മതരാഷ്ട്രവാദികളുടെ ഒളിഞ്ഞുകയറ്റം, ജമാഅത്തെ ഇസ്ലാമി, SDPI മണ്ണാങ്കട്ട, എന്നിട്ട് പിന്നെ തിരുത്തേണ്ട കാര്യമുണ്ടോ കുഞ്ഞിക്കണ്ണ മാഷെ? അവിടുത്തെ എന്താണ് വലതുപക്ഷ സൈബർ ഹാൻഡിലുകൾ കേരളം എന്താ ഭീകരവാദികളുടെ നഴ്സറി എന്ന് പറയാനുള്ള ആയുധം ഒന്നാന്തരമായത് വിട്ടുകൊടുത്തു പി മോഹൻ മെക്സവനിൽ. രണ്ടാമത്തെ ആയുധം വിട്ടുകൊടുത്തു വിജയരാഘവൻ. എന്ത് പറഞ്ഞുകൊണ്ട്? രാഹുൽ ഗാന്ധിയെയും പ്രിയങ്കയും ജയിപ്പിച്ചു വിട്ടത് ആരാ? ന്യൂനപക്ഷ ശക്തികൾ, അല്ലെങ്കിൽ ന്യൂനപക്ഷ വർഗീയവാദികൾ. അവിടെ ന്യൂനപക്ഷ സൈബർ ഹാൻഡിലുകൾക്ക് കൊയ്ത്തുകാലമാ ആരാ കൊടുക്കുന്നത്? CPM നേതാക്കൾ. KT കുഞ്ഞിക്കണ്ണൻ. ന്യൂനപക്ഷ വർഗീയതയും ന്യൂനപക്ഷത്തെ മുൻനിർത്തിയുള്ള മതരാഷ്ട്രവാദവും ഇന്ത്യ പോലുള്ളൊരു സമൂഹത്തിനകത്ത് ആത്യന്തികമായി ഭൂരിപക്ഷതാവാദത്തെ, മെജോറിറ്റിനിസത്തെ സഹായിക്കാനുള്ള ഒരു രാഷ്ട്രീയ അജണ്ടയാണ്. ഈ ന്യൂനപക്ഷ വർഗീയവാദികളും ന്യൂനപക്ഷ മതരാഷ്ട്രവാദികളുമൊക്കെ ഇന്ത്യയിലെ ഹിന്ദുത്വ രാഷ്ട്രീയവുമായിട്ട് രഹസ്യവും പരസ്യവുമായി ബന്ധം പുലർത്തുന്ന ആൾക്കാരാണ്. അതൊക്കെ ഹാഷ്മിയെ പോലൊരു മാധ്യമപ്രവർത്തകരോട് ഞാൻ പറയേണ്ടതില്ലല്ലോ. ഈ ജമാഅത്ത് ഇസ്ലാമിക്കാർ ഇത്രയും സങ്കീർണമായ ഒരു അരക്ഷിതാവസ്ഥയിലേക്ക് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ പോകുമ്പോൾ ഈ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രിയൊക്കെ പോയി കാണുന്നത് നമുക്ക് കാണാം. കേരളീയൻ കൂടിയായിട്ടുള്ള മിസ്റ്റർ ആരിഫ് അലിയുടെ നേതൃത്വത്തിലല്ലേ അവർ പോയിട്ട് RSS നേതാക്കളെ കണ്ടത്? അതിന് മധ്യസ്ഥം വഹിച്ച, അതിൻ്റെ ഇടനിലക്കാരനെ വർത്തിയ ഇന്ദ്രേഷ് കുമാർ ആ കാര്യങ്ങളൊക്കെ പിന്നീട് തുറന്നു പറഞ്ഞല്ലോ. അപ്പോൾ BJPയുമായിട്ടും RSSുമായിട്ടും എല്ലാ രഹസ്യബന്ധവും പുലർത്തുന്ന ഒരു വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ അംബർല, ആ അംബർലയ്ക്ക് കീഴിലാണ് ജമാഅത്ത് ഇസ്ലാമി, SDPI ഇവിടെ തീവ്ര മതവികാരം ഇളക്കിക്കൊണ്ട് ന്യൂനപക്ഷങ്ങളെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് എതിരാക്കാൻ കഴിയുമോ? ഇടതുപക്ഷമാണ് ഇവരുടെ എല്ലാം ശത്രു. ഇതിപ്പോ ലോകത്തിന്റെ നമ്മുടെ സമൂഹത്തിന്റെയും ഭീകരവാദികളാണെന്നും മതരാഷ്ട്രവാദികളാണെന്നും CPMന്റെ തിരിച്ചറിവ് എപ്പോൾ എന്ന് മുതലാണ് ശ്രീ KT കുഞ്ഞിക്കണ്ണൻ? CPM ഇത് സംബന്ധമായി പാർട്ടിയുടെ എത്രയോ രേഖകളുണ്ട്. ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ ജമാഅത്ത് ഇസ്ലാമിക്കാർക്ക് CPM പിന്തുണ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ജമാഅത്ത് ഇസ്ലാമി CPMന് പിന്തുണ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ AKI സെന്ററിലോ അല്ലെങ്കിൽ CPM നേതാക്കൾ താമസിക്കുന്ന സ്ഥലത്തോ വന്ന് അവർ കണ്ടിട്ടുണ്ടെങ്കിൽ അതൊരു രാഷ്ട്രീയ സഖ്യമല്ല. ആ രാഷ്ട്രീയ സഖ്യമായിട്ട് അതിനെ കാണേണ്ട ആവശ്യമില്ല. ഇപ്പോൾ CPMന്റെ സൈദ്ധാന്തികത പറയുന്ന, CPM സിദ്ധാന്തം പറയുന്ന അങ്ങിത് പറഞ്ഞൊഴിയല്ലേ? അങ്ങിത് പറഞ്ഞൊഴിയല്ലേ? KT കുഞ്ഞിക്കണ്ണൻ ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദികളാണെന്നും അവരുടെ ലക്ഷ്യം ഹുക്കുമത്തെ ഇലാഹി സ്ഥാപനമാണെന്നും അതിന്റെ സ്ഥാപനം മുതൽ നിങ്ങൾക്കറിയാവുന്നതല്ലേ KT കുഞ്ഞിക്കണ്ണൻ? അതുകൊണ്ട് അവർ നിങ്ങൾക്ക് നിർലോഭം സഹായങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളുടെ വോട്ട് വേണ്ട എന്നൊരു വാക്ക് CPM എന്ന് പറഞ്ഞിട്ടില്ല. അതിന് പകരം എന്താണ്? അതിന് പകരം CPM നിങ്ങളുടെ മുഖപത്രത്തിൽ ആ വോട്ട് കിട്ടിയതിനെ ശ്ലാഘിച്ച് അഭിനന്ദിച്ച് നല്ല തീരുമാനങ്ങൾ എന്ന രീതിയിൽ ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ ഏതെങ്കിലും പത്രം, അവരുടെ മുഖപത്രമല്ലാതെ മറ്റൊരു പത്രത്തിൽ ജമാഅത്തെ ഇസ്ലാമി അഭിനന്ദിച്ച് മുഖപ്രസംഗം വന്നിട്ടുണ്ടെങ്കിൽ അത് ദേശാഭിമാനിയിലാണ്. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ ആ വോട്ട് കിട്ടിയതിനെ അക്നോളജ് ചെയ്ത് നന്ദി പറയുന്ന ആരാണ്? പിണറായി വിജയനാണ്. ആ ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദികൾ എന്ന ആര്യാടൻ സഭയിൽ പറഞ്ഞപ്പോൾ ആര്യാട നിങ്ങളുടെ ദുഷ്ടബുദ്ധി എന്ന് പറഞ്ഞത് ആരാണ്? കോടിയേരി ബാലകൃഷ്ണനാണ്. ഈ ചരിത്രമൊക്കെ ഒരുപാട് നാൾ മുമ്പുള്ളതല്ല, ഈ അടുത്ത കാലത്തുള്ളതാണ്. ഇതൊക്കെ അവർ നിങ്ങൾക്ക് പിന്തുണ പിൻവലിച്ച് UDFന് കൊടുക്കുമ്പോൾ ഇവർ ഇവിടെ ഇന്ത്യയിൽ ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കാൻ പോകുന്നു, ഹിന്ദുക്കളെ വേട്ടയാടാൻ പോകുന്നു എന്ന് പറഞ്ഞ നാട്ടുകാർക്ക് മനസ്സിലാവില്ലേ KT കുഞ്ഞിക്കണ്ണ മാഷെ? ആഷ്മിയെ പോലുള്ള ഒരാൾ CPMന്റെ പാർട്ടി രേഖകളും ഈ കാര്യത്തിൽ CPM നേതാക്കൾ എഴുതിയിട്ടുള്ള പുസ്തകങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും.
ഏതെങ്കിലും ഒരു സംഘടന, അത് ഒരു സൈദ്ധാന്തികമായ ഒരു നിലപാടിൻ്റെ പ്രശ്നമല്ല, ഏതെങ്കിലും ഒരു സംഘടന ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇതാ ഞങ്ങൾ ഇടതുപക്ഷത്തിന് പിന്തുണ കൊടുക്കുന്നു, അവരുടെ പിന്തുണ കാരണം എന്ന ഇടതുപക്ഷ സാമ്രാജ്യത്തെ വിരുദ്ധ നിലപാടെടുക്കുന്നു, അങ്ങനെ പിന്തുണ കൊടുക്കുന്നു പറഞ്ഞിട്ട് അവർ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്ത ചരിത്രമില്ല. അതും ആഷ്മി മനസ്സിലാക്കണം. 2009 ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് ആണവ കരാർ മുഖ്യ കേന്ദ്ര വിഷയമായി ചർച്ച ചെയ്തുകൊണ്ടുള്ളതായിരുന്നു. കേരളത്തിൽ ആണവ കരാറിനെ ഏറ്റവും കൂടുതൽ ന്യായീകരിച്ചത് എല്ലാ ചാനലുകളും ചർച്ച ചെയ്തു, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്ത ചർച്ചകളിൽ അതിന് ഏറ്റവും കൂടുതൽ പ്രതിരോധിച്ചത് ഷാനവാസായിരുന്നു. ആ ഷാനവാസ് വയനാട് മണ്ഡലത്തിൽ മത്സരിച്ചപ്പോൾ ജമാഅത്ത് ഇസ്ലാമി അവർക്കാ പിന്തുണ കൊടുത്തത്. ഇവിടെ തിരുവനന്തപുരത്ത് എന്താണ് ശശി അവർ പറയുന്നു, അവർ പ്രവർത്തിക്കുന്നു അവരുടെ താല്പര്യം അനുസരിച്ചാണ്. അവർ പറയുന്നു, അവർ പ്രവർത്തിക്കുന്നു അവരുടെ താല്പര്യം അനുസരിച്ചാണ്. എല്ലാ ഇപ്പൊ അവിടെ അഭിമന്യുവിന്റെ ജന്മനാട്ടിൽ SDPI പിന്തുണയിൽ CPM ഭരിക്കുന്നുണ്ട്. SDPI എന്താണ് അവിടെ CPM ഞങ്ങൾക്ക് പിന്തുണ വേണ്ടാന്ന് പറയും, SDPI പിന്നെയും പിന്തുണയ്ക്കും, പിന്നെയും വേണ്ടാന്ന് പറയും, പിന്നെയും പിന്തുണയ്ക്കും. അത് നിങ്ങളുടെ നിസ്സഹായത. ജമാഅത്തെ ഇസ്ലാം ഈ 2011 നിങ്ങൾക്ക് വോട്ട് തന്നു. ആ വോട്ട് നിങ്ങൾ സ്നേഹപൂർവ്വം ഔദാര്യപൂർവ്വം നിങ്ങൾ നന്ദിപൂർവ്വം സ്വീകരിച്ചവരാണ്. ഞാൻ പറഞ്ഞു ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമി വോട്ട് തന്നു, ഓക്കെ, അത് അവരുടെ കാര്യം. നിങ്ങൾ പാർട്ടി മുഖപത്രത്തിൽ അതിനെ ശ്ലാഘിച്ച് മുഖപ്രസംഗം എഴുതിയവരാണ്. എൻ്റെ ഒന്നുകൂടി ഇവിടെ പറഞ്ഞാൽ സഭാരേഖയിൽ നിയമസഭയിൽ ആര്യാടൻ മുഹമ്മദ് ഞാൻ മാഷ്ക്ക് അയച്ചു തരാം എന്നാണ് ആദ്യം വരുന്നു. ഇത് ചോദ്യോത്തരങ്ങൾ, നിയമസഭാ ചോദ്യോത്തരം ഞാൻ അങ്ങനെ അയച്ചു തരാം. അതിൽ ആര്യാടൻ പറയുകയാണ് എന്താണ്, അന്നുണ്ടായ ഏതോ ഒരു സംഭവവികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദ ശക്തികൾ എന്ന് ആര്യാടൻ പറയുമ്പോൾ അതിനെ തിരുത്തുന്നത് കോടിയേരി ബാലകൃഷ്ണനാണ്. എന്താണ് പറയുന്നത്? ആര്യാടന് മൃദു ഹിന്ദുത്വമാണ്, അടുത്ത തെരഞ്ഞെടുപ്പിൽ ഹിന്ദു വോട്ടുകൾ കിട്ടാനുള്ള ദുഷ്ടലാക്കാണ് ആര്യാടന് എന്ന് പറയുന്നത് ആരാണ്? CPM നേതാവ് കോടിയേരി ബാലകൃഷ്ണനാണ്. സഭാരേഖ തെളിവ്. ഇതൊക്കെ രേഖാപോലും കിടപ്പല്ലേ ശ്രീ KT കുഞ്ഞിക്കണ്ണ? അതല്ലാതെ ഇത് മൊത്തം ഭീകരവാദികൾ എന്ന് ഇപ്പൊ നിങ്ങൾക്ക് ബോധോദയം ഉണ്ടായാൽ പറ്റുമോ? അത് ജമാഅത്തെ ഇസ്ലാമി നല്ലതോ മോശമോ അവിടെ നിൽക്കട്ടെ, നിങ്ങളുടെ നിലപാട് ഇരട്ടത്താപ്പാണ് അല്ലേ? അഷ്മി ഈ ചർച്ച ചെയ്യുന്ന എന്താണ്? CPM ഏതെങ്കിലും ഘട്ടത്തിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ CPM തെറ്റാണത്. അത് നമുക്ക് അങ്ങനെ ചർച്ച ചെയ്യാം. അതുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ ഈ ഹുക്കുമത്തെ ഇല്ലാതാകുന്നില്ലല്ലോ. അവർ ആ ഒരു രാഷ്ട്രീയ ഇന്നത്തെ ഒരു ഗ്ലോബൽ സിറ്റുവേഷൻ അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു സംഘടന. അതായത് മുൻകാലത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വാങ്ങിയത് CPM ചെയ്ത തെറ്റ് എന്ന് ഒരു വാക്ക് KT കുഞ്ഞിക്കണ്ണ മാഷ് പറഞ്ഞാൽ അത് വലിയ വാർത്തയാണ്, വലിയ ബ്രേക്ക് വാർത്തയാണ്. എന്റെ വാദം തീരുകയും ചെയ്യും. അങ്ങനെയാണോ? അല്ല, ജമാഅത്ത് ഇസ്ലാമിയെ പോലൊരു സംഘടന ഏതെങ്കിലും ഒരു കാലത്ത് ഇടതുപക്ഷത്തെ പിന്തുണച്ചതോ അവർ വോട്ട് നൽകിയതോ അതിനെ ശ്ലാഘിച്ചുകൊണ്ട് CPM എടുത്ത നിലപാടോ അത് CPM ഒരു തെറ്റായിട്ട് നിങ്ങൾക്ക് കാണാം. അതുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമി ഏതെങ്കിലും തരത്തിൽ ഒരു മതവർഗീയ മതരാഷ്ട്ര സംഘടന ഇല്ലാതാവുകയോ? അവർ മതരാഷ്ട്ര സംഘടനയാണ്. കഴിഞ്ഞ കാലത്ത് വ്യത്യസ്തമായി തെറ്റെന്ന് സമ്മതിക്കുന്നു KT കുഞ്ഞിക്കണ്ണൻ അല്ലേ? ദേശാഭിമാനി ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വാങ്ങിയതിനെ ശ്ലാഘിച്ച് ചെയ്തതിനെ തെറ്റെന്ന് സമ്മതിക്കുന്നു കുഞ്ഞിക്കണ്ണൻ അല്ലേ? സഭയിൽ തീവ്രവാദികളല്ല എന്ന് കോടിയേരി പറഞ്ഞതിനെ തെറ്റ് എന്ന് പറയുന്നു കുഞ്ഞിക്കണ്ണൻ. അങ്ങനെയാണോ? ജമാഅത്ത് ഇസ്ലാമി CPM വോട്ട് ചെയ്താലും CPM പത്ര ജമാഅത്ത് ഇസ്ലാമി ശരിയായ സംഘടനയാണെന്ന് പറഞ്ഞാലും ജമാഅത്ത് ഇസ്ലാമി അങ്ങനെയല്ല. ജമാഅത്ത് ഇസ്ലാമിയുടെ ഐഡിയോളജി മതരാഷ്ട്രവാദമാണ്. അവർ അവർ ആഗോള മുസ്ലിം ബദർഹുട്ടിന്റെ ഭാഗമാണ്. അവരിപ്പോ സിറിയയിൽ അല്ല, അതെ, അവരതാണ്. അതുകൊണ്ട് നമ്മളിപ്പോ ജമാഅത്ത് ഇസ്ലാമി ആയിട്ട് UDF കൂട്ടുകെട്ടുണ്ടാക്കുകയാണ്. ജമാഅത്ത് ഇസ്ലാമി അവർ കൂട്ടുകെട്ട് രാഹുൽ മാങ്കൂട്ടം പത്രസമ്മേളനം നടത്തുകയാണ്. അവരെ ന്യായീകരിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം പത്രസമ്മേളനം നടത്തുകയാണ്. KT കുഞ്ഞിക്കണ്ണൻ അങ്ങ് ഒരു കാര്യം ഒന്ന് പറയണം. പോയ കാലത്ത് ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് വാങ്ങിയത് പോട്ടെ, അവരുടെ കാര്യം. പക്ഷെ അതിനെ ശ്ലാഘിച്ച് CPM എഴുതിയ മുഖപ്രസംഗം തെറ്റായിരുന്നു എന്ന് KT കുഞ്ഞിക്കണ്ണൻ ഇപ്പോൾ പറയണം. അവർ തീവ്രവാദികളെന്ന് ആര്യാടൻ താങ്കളുടെ ഭാഷയിൽ ശരിയാവണ്ണം പറഞ്ഞപ്പോൾ അത് തെറ്റാണ്, ആര്യാടൻ ദുഷ്ടലാക്കാണ്, ആര്യാടൻ മൃദു ഹിന്ദുത്വമാണ് എന്ന് കോടിയേരി പറഞ്ഞ് തെറ്റാണ് എന്ന് KT കുഞ്ഞിക്കണ്ണൻ ഇപ്പോൾ സമ്മതിക്കണം. സമ്മതിക്കുമോ ഭാഷേ? ഹാഷ്മി, ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് CPM പ്രതിനിധിയായിട്ടാണ്. CPM ജമാഅത്ത് ഇസ്ലാമിയെക്കുറിച്ച് വളരെ കൃത്യമായ നിലപാടുണ്ട്.
CPM-ന്റെ സമുന്നതരായ നേതാക്കളും അതിൻ്റെ സൈദ്ധാന്തിക തലം കൈകാര്യം ചെയ്യുന്ന നിരവധി വ്യക്തികളും RSS-ഉം ജമാഅത്ത് ഇസ്ലാമിയും ഇന്ത്യൻ സാഹചര്യത്തിൽ ചരിത്രപരമായി വഹിക്കുന്ന പങ്കെന്താണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമി ഏതെങ്കിലും ഘട്ടത്തിൽ CPM-ന് വോട്ട് ചെയ്തു, അല്ലെങ്കിൽ RSS പിരിച്ചുവിട്ടു. ജനതാ പാർട്ടി ഉണ്ടായ കാലത്ത് RSS-കാരെ CPM-കാർക്ക് വോട്ട് ചെയ്തു. അതുകൊണ്ട് RSS-ഉം ജമാഅത്ത് ഇസ്ലാമിയും മാറുന്നില്ല. അവർ അവരുടെ വർഗീയ രാഷ്ട്രീയ അജണ്ടയിലാണ്, മതരാഷ്ട്രവാദ അജണ്ടയിലാണ്. ആ മതരാഷ്ട്രവാദ അജണ്ടയിലുള്ള ആളുകളെ UDF ഇന്ന് എടുത്ത് മടിയിൽ വെച്ച് താലോലിക്കുകയാണ്. അവർക്ക് കുടവിരിച്ചിട്ട് കേരളത്തിൽ അവർക്ക് വലിയ രീതിയിലുള്ള അംഗീകാരം സ്വീകാര്യത CPM മുമ്പ് അങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്നുള്ള ചർച്ച കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. 2001 ഇവിടെ CPM-ന്റെ ഇവിടെ ജമാഅത്തെ ഇസ്ലാമി CPM-ന് വോട്ട് ചെയ്യാനെടുത്ത തീരുമാനത്തെ അഭിനന്ദിച്ചുകൊണ്ട് ദേശാഭിമാനി മുഖപ്രസംഗത്തിൽ എഴുതിയ ലേഖനം ഞാൻ അങ്ങേക്ക് അയച്ചു തരാം. ഇവിടെ തീവ്രവാദികൾ എന്ന് ആര്യാടൻ വിളിച്ചപ്പോൾ അത് ആര്യാടന്റെ മൃദുഹിന്ദുത്വമാണെന്ന് കോടിയേരിയുടെ തിരുത്ത് ഞാൻ അങ്ങേക്ക് അയച്ചു തരാം. ഇത് രണ്ടും CPM-ന്റെ ചരിത്രപരമായി തെറ്റാണ് എന്നങ്ങ് സമ്മതിക്കുമോ കെ ടി കുഞ്ഞുങ്ങൾ? മിനിമം ഏറ്റവും ചുരുങ്ങിയ പക്ഷം ഞാൻ വോട്ട് വാങ്ങിയവരെ ഒക്കെ വിട്ടേക്കൂ. ജമാഅത്തെ ഇസ്ലാമി CPM ശ്ലാഘിച്ച സംഭവങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അത് തെറ്റെന്ന് പറയൂ. CPM-ന്റെ മുഖപത്രം ജമാഅത്ത് ഇസ്ലാമി ഇടതുപക്ഷ മുന്നണിക്ക് നൽകുന്ന പിന്തുണയെ അനുകൂലിച്ചുകൊണ്ട് അനുമോദിച്ചുകൊണ്ട് എഴുതിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതെല്ലാം തന്നെ എന്താണ് നമ്മുടെ കഴിഞ്ഞകാല രാഷ്ട്രീയത്തിലെ പ്രശ്നങ്ങളാണ്. ഇന്ന് നമ്മൾ കാണേണ്ടത് ജമാഅത്ത് ഇസ്ലാമി ഏതെങ്കിലും കാലത്ത് CPM-നെ പിന്തുണച്ചാലോ ഏതെങ്കിലും കാലത്ത് ഇടതുപക്ഷത്തെ പിന്തുണച്ചാലോ ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയം മാറുന്നില്ല. ആ രാഷ്ട്രീയം മതരാഷ്ട്രമാണ്. അതുകൊണ്ട് ആ ജമാഅത്ത് ഇസ്ലാമി CPM-നെ പിന്തുണച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോ UDF-നെ പിന്തുണക്കുന്നതിൽ എന്താ തെറ്റ്? അപ്പോ അവരെ മതരാഷ്ട്രവാദത്തെ നിലപാടൊന്നേ ഉള്ളൂ. ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട് പണ്ടത്തെ നിലപാട് തന്നെയാണ്. അവർക്കതേ നിലപാട്. ജമാഅത്തെ ഇസ്ലാമി നിങ്ങളെ പിന്തുണയ്ക്കുമ്പോൾ, നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെ ശ്ലാഘിക്കുമ്പോൾ, നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിക്ക് അനുമോദന മുഖപത്രത്തിൽ എഴുതുമ്പോഴും ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട് ഇത് തന്നെയാണ്. അത് നിങ്ങൾക്ക് അറിയാത്തവരുമല്ല അല്ലേ? അന്ന് അവർക്ക് നിങ്ങൾക്ക് പഞ്ചസാര പാലുമുട്ടെ. കാരണം എന്താണ്? വോട്ട് തരുന്നത് നിങ്ങൾക്കാണല്ലോ. അപ്പൊ ഭീകരവാദികളല്ല. ഇപ്പൊ വോട്ട് തരുന്നത് UDF-ന്. അപ്പൊ ഭീകരവാദി അല്ലേ? ചുരുക്കത്തിൽ പറഞ്ഞ ഭാഷേ. അല്ല, ഞാൻ സംസാരിച്ചോട്ടെ. ജമാഅത്ത് ഇസ്ലാമി അന്നും ഇന്നും മതരാഷ്ട്രവാദികളാണ്. അങ്ങനെ മതരാഷ്ട്രവാദപരമായ ഒരു നിലപാട് സ്വീകരിക്കുന്ന സംഘടനയെ ഇന്ന് നമ്മൾ വിമർശിക്കുമ്പോൾ പണ്ട് അവരിങ്ങനെ ചെയ്തിട്ടുണ്ടോ? അതുകൊണ്ട് ഇന്നത്തെ വിമർശനത്തിന് എന്ത് ധാർമ്മികതയാണുള്ളത്, എന്ത് യുക്തിയാണ് എന്ന് ചോദിക്കുന്നത് അവരുടെ വലതുപക്ഷ മതരാഷ്ട്രവാദ അജണ്ടയെ ഏതെങ്കിലും തരത്തിൽ ന്യായീകരിച്ച് നിർത്താനുള്ള ഒരു ശ്രമമായിട്ടേ കാണാൻ കഴിയൂ. ആഷ്മി ഇപ്പൊ അതാ ചെയ്യുന്നത്. വളരെ ലഘുവായി ഒറ്റ വാക്യത്തിൽ അന്ന് ദേശാഭിമാനി എഴുതി തെറ്റായി പോയി. ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി, അങ്ങേക്ക് എന്റെ വായടക്കാം. എന്താണ് കെ ടി കുഞ്ഞുങ്ങൾ പറഞ്ഞത്? എന്താണ് അന്ന് ദേശാഭിമാനി അങ്ങനെ ശ്ലാഘിച്ച് എഴുതിയ ആ മുഖപ്രസംഗം ഒരു തെറ്റായി പോയി എന്ന് കെ ടി കുഞ്ഞുങ്ങൾ ഇപ്പോൾ പറഞ്ഞാൽ, അല്ലെങ്കിൽ കോടിയേരി സഭയിൽ സ്വീകരിച്ച നിലപാട് തെറ്റായി പോയി എന്ന് കോടിയേരി ഇപ്പോൾ എന്ന് അങ്ങിപ്പോൾ പറഞ്ഞാൽ നമ്മുടെ വാദം തീർന്നു. ഇതങ്ങ് പറയുന്നില്ലല്ലോ. ഇതങ്ങ് പറയാതെ വളഞ്ഞു പിടിക്കാനുള്ള മൂക്കിൽ അതങ്ങ് പറയാൻ കഴിയില്ലോ. അങ്ങ് പറഞ്ഞാൽ അത് കേരളത്തിൽ വലിയ വാർത്തയാകും, വലിയ ചർച്ചയാകും. അത് CPM-ന്റെ ഇപ്പോഴത്തെ പൊളിറ്റിക്കലിന് ഗുണകരമാണ്. മിസ്റ്റർ അഷ്മി ഇങ്ങനെയല്ല ആ വിഷയത്തെ കാണേണ്ടത്. ചരിത്രത്തിൽ സംഭവിച്ച ഒരു കാര്യത്തെ നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് ആ ചരിത്ര സാഹചര്യത്തിൽ എങ്ങനെയാണ് അത് വന്നത് എന്നൊക്കെ നോക്കിക്കൊണ്ടാണ്. അപ്പോൾ ആ ചരിത്രത്തിൻ്റെ ഒരു സാഹചര്യത്തെ മനസ്സിലാക്കാതെ നമ്മൾ ഇന്ന് ഒറ്റ വാക്കിൽ അത് ശരിയോ തെറ്റോ എന്നുള്ളത് അതൊക്കെ തന്നെ എന്താണ് ഈ ഗിമ്മിക്സ് ആണ്, മാധ്യമപ്രവർത്തനത്തിൻ്റെ ഗിമ്മിക്സ് ആണ്. എന്നെ കൊണ്ട് അങ്ങനെ ഉത്തരം പറഞ്ഞിട്ട് അത് വലിയ ഫ്ലാഷ് വാർത്തയാക്കാം എന്നൊക്കെ പറയുന്നത് അർത്ഥത്തിലാണ്. ജമാഅത്ത് ഇസ്ലാമി സപ്പോർട്ട് ചെയ്താലും കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്താലും ജമാഅത്ത് ഇസ്ലാമി അവല്ലാതാവുന്നില്ല. എക്സാക്ട്ലി അത് തന്നെ ഞാൻ പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമി എന്നും ഒരേ ജമാഅത്തെ ഇസ്ലാമിയാണ്. നിങ്ങൾക്ക് വോട്ട് തന്നതിന് നിങ്ങൾ സ്വീകരിച്ചപ്പോഴും അതിനെ നന്ദിപൂർവ്വം സ്മരിച്ച് ദേശാഭിമാനി മുഖപ്രസംഗം എഴുതുമ്പോഴും ആര്യാടനെ തിരുത്തി കോടിയേരി പറയുമ്പോഴും ഒക്കെ ഇതേ ജമാഅത്തെ ഇസ്ലാമിയാണ്. അതിനെ ഗിമ്മിക്ക് എന്നൊന്നും പറയല്ലേ. നിങ്ങളുടെ പരിമിതി എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, വിട്ടേക്കൂ. ശ്രീ ജിൻഡോ ഇവിടെ അഷ്മി ഈ ചർച്ചയിൽ സ്വീകരിക്കുന്ന രീതി എന്താണ്? അത് ഡെമോക്രാറ്റിക് ആയ ഒരു ഡയലോഗാണോ? അത് ഞാൻ പറഞ്ഞില്ലേ, ജമാഅത്ത് ഇസ്ലാമി CPM-നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമി അല്ലാതാവുന്നില്ല. അവർ ഇന്ന് വരെ മൗദൂദിയുടെ മതരാഷ്ട്രവാദ സിദ്ധാന്തങ്ങളെ തള്ളിപ്പറയാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു തിരുത്ത് അവരുടെ ഭാഗത്തുണ്ടാവുമല്ലോ. അവർ പഴയ ജമാഅത്ത് ഇസ്ലാമി അല്ല, അവരുടെ നിലപാടിൽ മാറ്റം വന്നിട്ടില്ല. അങ്ങനെ പറയാൻ കുഞ്ഞാലിക്കൂട്ട് കഴിയോ? ജമാഅത്ത് ഇസ്ലാമി നിലപാട് മാറ്റി എന്ന് പറയാൻ കഴിയോ?
ഞാൻ ഇല്ലില്ല മാഷെ എന്റെ ലൈൻ തന്നെയാണ് മാഷിന്റെ ലൈൻ. എനിക്ക് മനസ്സിലായി. എന്റെ ലൈൻ എന്താണ്? ഹാഷ്മി ജമാഅത്തെ ഇസ്ലാമി അന്നും ഇന്നും ഒരേ ജമാഅത്തെ ഇസ്ലാമി. അന്ന് ഇതേ ജമാഅത്തെ ഇസ്ലാമി CPM-ന് വോട്ട് നിന്നതും CPM അത് സ്വീകരിച്ചതും CPM അതിനെ അഭിനന്ദിച്ചതും തെറ്റായി പോയി എന്ന് പറയാൻ കഴിയുമോ എന്നേ ചോദ്യം ഉണ്ടായിരുന്നുള്ളൂ. അത് അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം ഒന്നും അല്ല. അതേ ജമാഅത്തെ ഇസ്ലാമി അന്ന് നിങ്ങൾക്ക് വോട്ട് തന്നു, അന്ന് അവർ നല്ലവർ, നിങ്ങൾക്ക് വോട്ട് തരുന്നില്ല, ഇപ്പോൾ ഭീകരവാദികൾ. അഷ്മി എന്താണ്? അഷ്മി ഈ രീതിയിൽ നമുക്ക് ഇങ്ങനെ ഒരു ചൈൽഡിഷ് ആയിട്ട് ചർച്ച ചെയ്യാൻ പറ്റില്ല. ചരിത്രത്തിൽ സംഭവിച്ചെല്ലാം ചരിത്രം സംഭവിച്ചു തന്നെയാണ്. ആ ജമാഅത്ത് ഇസ്ലാമി CPM-ന് പിന്തുണ നൽകിയത് ജമാഅത്ത് ഇസ്ലാമിയെ ശക്തമായി തുറന്നു കാണിക്കും. അതിന്റെ അർത്ഥം എന്താണ്? കഴിഞ്ഞ കാലത്ത് തങ്ങളെടുത്ത നിലപാട് അവരുടെ മതരാഷ്ട്രവാദത്തെ മാറ്റാനോ അവരെ മാറ്റിയെടുക്കാനോ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. അത്തരം സംഘടനകളുടെ പിന്തുണ സ്വീകരിക്കുന്നതിൽ തങ്ങൾക്കും കുഴപ്പമുണ്ടായിട്ടുണ്ട് എന്നല്ലേ ഇന്ന് കൃത്യമായ CPM തുറന്നു കാണിക്കുന്നു. താങ്കൾ പറഞ്ഞു പോയ കാലത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വാങ്ങിയത് CPM-ന് പറ്റിയ പിഴവാണ് എന്ന് അങ്ങ് നേർക്കുന്നവരങ്ങ് പറഞ്ഞാൽ മതി, പ്രശ്നം പരിഹരിച്ചില്ലേ? അതല്ലാതെ അത് ചൈൽഡിഷ് ആവുന്നതോ ഗിമ്മിക്കെന്നൊക്കെ പറയേണ്ട കാര്യമുണ്ടോ മാഷേ? ഈ അഷ്മി എന്താണ് ഈ ചർച്ച ചെയ്യുന്നത്? ഒരു ഡയലോഗാണോ ഇത്? ഈ ചർച്ച ഒരു ഡയലോഗാണോ? ഏതെങ്കിലും ഈ ഒരു സംവാദമാണോ? അല്ല, ഞാനുമായിട്ടുള്ള ചോദ്യോത്തരം വന്നിട്ട് ഈ കഴിഞ്ഞ കാലത്ത് ഇസ്ലാമി ഒരു കൃത്യത ഉണ്ടായിരുന്നില്ല. അവരുടെ നിലപാടുകളെ തികഞ്ഞ മതരാഷ്ട്രവാദ നിലപാടുകളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ കാണേണ്ടത്. ഓക്കെ, സിജിൻഡോ ചരിത്രം ഒരു മഹാനദിയാണ്. ആ നദിയുടെ ഒഴുക്ക് ഇങ്ങനെ തുടരുന്നു. അതിൽ ചരിത്രത്തിന്റെ പോയകാല ഒഴുക്ക് നോക്കണ്ട. ഇന്ന് മുതൽ ജമാഅത്തെ ഇസ്ലാമി ഭീകരവാദികൾ, ഇന്നലെ മുതൽ ചിലപ്പോൾ എങ്ങനെയൊക്കെ ആയിരിക്കും, ഇന്ന് മുതൽ ഭീകരവാദികൾ തോന്നുവാണ്ട തീരുമാനിക്കുന്ന CPM അത്രേ ഉള്ളൂ അക്കാര്യത്തിൽ. ജിൻഡോ അല്ലെ ഹാഷ്മി, ഇതിലൊരു 20 മിനിറ്റ് ആയിട്ട് ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഈ കാക്കക്കുയിൽ സിനിമയിൽ കൊച്ചിൻ കനീഫയും ജഗദീഷും തമ്മിൽ നടക്കുന്ന ഒരു സംഭാഷണമുണ്ട്. ഇപ്പൊ താക്കോൽ എവിടെ ഇരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഗതികെട്ട അവസ്ഥയിലാണ് CPM-ന്റെ സൈദ്ധാന്തികന്മാർ പോലും. ഈ അവസാനം ഒറ്റ വാക്കിൽ അദ്ദേഹം പറഞ്ഞാൽ മതിയായിരുന്നു, ഈ പാർട്ടിയെക്കുറിച്ച് നിങ്ങൾക്കൊരു ചുക്കും അറിയില്ല എന്ന് പറഞ്ഞെങ്കിൽ ഓക്കെയാണ്. അല്ലാതെ ജമാഅത്തെ ഇസ്ലാമി, SDPI അവരുടെ മതരാഷ്ട്രവാദം, അന്ന് CPM-ന് വോട്ട് ചെയ്തപ്പോൾ അവർ പഞ്ചാര പാല് മിഠായും അവർ പിന്നീട് UDF-ന് പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ മതരാഷ്ട്രവാദികളുമാകുന്നു എന്ന് പറഞ്ഞാൽ അതിനൊരു കോമൺ സെൻസ് ഉള്ള ആർക്കെങ്കിലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു ലോജിക്കാണോ? ഞാൻ ആ വിഷയം ഇടുകയാണ്. അത് ഇനി കൂടുതൽ പറഞ്ഞ് നമ്മൾ സമയം കളയണ്ടല്ലോ. ഇവിടെ എന്തുകൊണ്ടാണ് ഇന്നിപ്പോൾ VHPയുടെ നേതൃത്വത്തിലുള്ള ആളുകൾ പാലക്കാടുള്ള ഒരു സ്കൂളിൽ വന്ന് ക്രിസ്മസ് സെലിബ്രേഷൻ തടസ്സപ്പെടുത്തുകയും അലമ്പുണ്ടാക്കുകയൊക്കെ ചെയ്യുന്നു? അവരെ ഇങ്ങോട്ട് എത്തിക്കുന്നതിൽ കാരണഭൂതന്റെ സർക്കാരിന് വലിയ പിന്തുണ കൊടുക്കാൻ പറ്റി. അവരെ കേരളത്തിലേക്കും കൂടി വരുത്തിച്ചല്ലോ. ബാക്കി മുഴുവൻ സംസ്ഥാനങ്ങളിൽ അവർ പ്രവർത്തനങ്ങൾ നടത്തി കേരളത്തിലേക്കും കൂടി അവർക്ക് പരവതാനി വിരിക്കുന്നതിൽ പിണറായി വിജയന്റെ സർക്കാരിന്, ആഭ്യന്തര വകുപ്പിന് കൃത്യമായ റോളുണ്ട്. ഇവിടെ വയനാടുമായി ബന്ധപ്പെട്ട വിജയരാഘവൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. പ്രിയങ്ക ഗാന്ധിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് പ്രിയങ്ക ഗാന്ധിയോടൊപ്പം നിന്നത് ന്യൂനപക്ഷ വർഗീയവാദികളാണ് എന്നാണല്ലോ പറയുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, പൊതു തെരഞ്ഞെടുപ്പിൽ ആനി രാജയ്ക്ക് കിട്ടിയതിനേക്കാൾ 72,000 വോട്ട് സത്യൻ മുഖേരിക്ക് കുറവാണ്. അപ്പോൾ ആ 72,000 വോട്ട് ആനി രാജയ്ക്ക് കിട്ടിയത് ഈ പറഞ്ഞ വർഗീയവാദികളുടെ ആണോ, ന്യൂനപക്ഷ വർഗീയവാദികളുടെ വോട്ടായിരുന്നോ അപ്പോൾ ആനി രാജയ്ക്ക് കിട്ടിയത്? അപ്പോൾ നിങ്ങൾക്ക് കിട്ടുമ്പോൾ അത് നല്ല വോട്ടും ഈ പ്രിയങ്ക ഗാന്ധി കിട്ടുമ്പോൾ അത് വർഗീയവാദികളുടെ വോട്ടുമായി മാറുന്നത് എങ്ങനെയാ? സമാനമാണ് BJP-ക്കും. കെ സുരേന്ദ്രന് കിട്ടിയതിനേക്കാൾ 32,000 വോട്ട് കുറവാണ് BJP-യുടെ സ്ഥാനാർത്ഥിക്ക് ബൈ ഇലക്ഷൻ വരുമ്പോൾ. അപ്പോൾ ആ വോട്ടും വർഗീയവാദികളുടെ വോട്ടാണോ? കോൺഗ്രസിനോ പ്രിയങ്ക ഗാന്ധിക്കോ രാഹുൽ ഗാന്ധിക്കോ വോട്ട് കിട്ടുമ്പോൾ അത് വർഗീയവാദികളുടെ വോട്ടും, BJP-ക്കും CPM-നും അല്ലെങ്കിൽ CPI-ക്ക് വോട്ട് കിട്ടുമ്പോൾ അത് മതേതരവാദികളുടെ വോട്ടുമായിട്ട് മാറുന്നത് എന്ത് പൊളിറ്റിക്സ് ആണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ഇനി ഈ വിജയരാഘവന്റെ ഇത്തരം സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞ ദിവസം കണ്ടതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇത് വിജയരാഘവന്റെ ഒറ്റപ്പെട്ട സ്റ്റേറ്റ്മെന്റ് എല്ലാം നമുക്ക് മനസ്സിലായല്ലോ. കുഞ്ഞി കണ്ണനെ പോലുള്ള ആളുകൾ ഇതിനെ ന്യായീകരിക്കാൻ നടത്തുന്ന വലിയ പ്രയാസങ്ങളുണ്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞപ്പോൾ ഹാഷ്മി ഇടപെട്ടതുകൊണ്ട് ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ ഒരു സിനിമ ഇറങ്ങാനുള്ള കാരണം എന്താ? പിന്നെ VS അച്യുതാനന്ദന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. അത് യോഗി ആദിത്യനാഥിനെ പോലുള്ള ആളുകൾ ഇന്നും എടുത്തുപയോഗിക്കുന്നു. അമിത്ഷായെ പോലുള്ള ആളുകൾ അത് ചൂണ്ടിക്കാണിക്കുന്നു. സംഘപരിവാർ കേന്ദ്രങ്ങൾക്ക് മുഴുവൻ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് കേരളത്തിലെ ഈ വർഗീയ സംസ്ഥാനം ണെന്നുള്ള രീതിയിൽ ഇവിടുത്തെ പാവപ്പെട്ട മുസ്ലിങ്ങളെയും അല്ലെങ്കിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും താറടിക്കാനുള്ള വഴിമരുന്നിട്ട് കൊടുത്ത് VS അച്യുതാനന്ദനെ പോലുള്ള നേതാക്കന്മാരുടെ നിരുത്തരവാദപരമായ സ്റ്റേറ്റ്മെന്റ് ആണ്. എളമരം കരീമിനെ പോലുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ടല്ലോ, വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ ഡൽഹിയിലെ യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ നേടുന്ന മലബാറിൽ നിന്നുള്ള കുട്ടികൾ കോപ്പി അടിച്ചാൽ ജയിക്കുന്നതെന്നൊക്കെ പറയുന്ന ആ നിരുത്തരവാദ പ്രസ്താവനകൾ അത് നോർത്ത് ഇന്ത്യയിലെ സംഘപരിവാറുകാർക്ക് എണ്ണ പകരുന്ന പരിപാടിയല്ലേ? ഇവിടെ CAA സമരവുമായി ബന്ധപ്പെട്ട് കലാഭവനത്തിന് കേസെടുത്ത് പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പ്, പാലസ്തീനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ
ഇസ്രായേലിനെതിരെ സമരം ചെയ്ത ഒറ്റയാൾ സലീമിനെതിരെ കലാപാഹ്വാനത്തിന് കേസെടുത്ത് തിരുവനന്തപുരത്തെ പിണറായി വിജയന്റെ പോലീസാ. സമാനമായ സാഹചര്യമാണ് കേരളത്തിലെമ്പാടും നടന്നത്. ഇവർ UAP എതിരാണെന്ന് പറയുന്നത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ് ഏറ്റവും കൂടുതൽ UAP കേസെടുത്തത്. ഈ സിമിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പാനായിക്കുളം കേസുണ്ടല്ലോ, സുപ്രീം കോടതി വെറുതെ വിട്ട കേസ്. ആ കേസിലെ പ്രതികളായിട്ടുള്ള ആ മനുഷ്യർ ഇന്നും വേട്ടയാടപ്പെടുകയല്ലേ. കളമശ്ശേരിയിലെ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ആ പാവപ്പെട്ട മനുഷ്യരുടെ തലയിലേക്കല്ലേ കേസ് കൊണ്ടുപോയി വെക്കാനുള്ള ശ്രമം നടന്നത്. ആ കുറ്റവാളി സ്വയം ഏറ്റില്ലായിരുന്നെങ്കിൽ കളമശ്ശേരിയിലെ ആ യഹോവ സാക്ഷികളുടെ ബോംബ് സ്ഫോടനം പോലും ആ പാവപ്പെട്ട മനുഷ്യരുടെ തലയിൽ വെച്ച് കെട്ടുമായിരുന്നു. അപ്പൊ നിരന്തരം ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ CPM-ന്റെ ഭാഗത്തു നിന്ന്, ഉന്നതരായിട്ടുള്ള നേതാക്കന്മാരുടെ ഭാഗത്ത് നിന്ന് അറിഞ്ഞുകൊണ്ട് നടത്തുന്നു. ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ നടത്തുന്നത്. അമിത്ഷായുടെ പരിപാടി, യോഗി ആദിത്യനാഥിന്റെ പരിപാടി, അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ പ്രചരണങ്ങൾ കേരളത്തിൽ നടത്തുന്നത് CJP-യുടെ നേതാക്കന്മാരായിട്ടുള്ള പിണറായി വിജയനും വിജയരാഘവനെ പോലുള്ള വിഷപ്പാമ്പുകളാണ്. ഇവരെ തിരിച്ചറിഞ്ഞ് നിലയ്ക്ക് നിർത്തേണ്ടതാണ് കേരളത്തിലെ മതേതര മനസ്സുള്ളവരുടെ രാഷ്ട്രീയ ബാധ്യത. ഇവിടെ PDP പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ PDP നല്ല പാർട്ടി, ജനാധിപത്യ പാർട്ടി. PDP ഇവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചില്ലെങ്കിൽ അവർ മോശപ്പെട്ട പാർട്ടി. സമാനമാണ് SDPയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും കാര്യത്തിൽ. ഇവർക്ക് പഞ്ചായത്തുകളിൽ തൊട്ട് മുനിസിപ്പാലിറ്റികൾ വരെ ഈ SDPയുമായി ബന്ധപ്പെട്ട് കച്ചവടം നടത്തി ഭരണം പങ്കിടാം. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മറ്റൊരു നിലപാട് അവർ സ്വീകരിച്ചാൽ അവർ മോശപ്പെട്ട പാർട്ടിയും വർഗീയവാദികളും. എന്ത് നിലപാടാണ് CPM-ന്റെ സൈദ്ധാന്തികന്മാർക്ക് പറയാനുള്ളത്? പച്ച വർഗീയതയാണ് പറയുന്നത്. BJPക്ക് വേണ്ടിയിട്ട് BJPയേക്കാൾ നന്നായിട്ട് വർഗീയത പറയുന്ന നേതാക്കന്മാരായി CJP-യുടെ നേതാക്കന്മാർ. വിജയരാഘവനെ തിരുത്താൻ വേണ്ടിയിട്ട് ആർജവമുള്ള ഒരു നേതാവ് CPM-ൽ അവശേഷിക്കുന്നുണ്ടോ? ഒരാളുമില്ല. കാരണം പിണറായി വിജയനേക്കാൾ വലിയ വർഗീയവാദി ആരാണെന്നുള്ള തർക്കമാണ് അവിടെ നടക്കുന്നത്. അതിൽ വിജയരാഘവനെ തിരുത്തുന്നു എന്നൊന്നും കുഞ്ഞിക്കണ്ണ മാഷ് ഇത്ര സംസാരിക്കായിരുന്നില്ല. അല്ലെങ്കിൽ വിജയരാഘവൻ പറയുന്നത് CPM നിലപാട് തന്നെയാണ് എന്നാണല്ലോ പറയുന്നത്. നമുക്ക് തിരുത്തിന്റെ കാര്യം എന്താണ്? ഉല്ലാസ് ബാബു, ഈ BJP ഇപ്പോൾ വിജയരാഘവന്റെ പ്രസ്താവനയോട് പ്രതികരിച്ച് BJP നേതാക്കളുടെ കടുത്ത പ്രതികരണമൊന്നും കണ്ടില്ല. പ്രതികരണം തീരെ ഇല്ല എന്നുള്ളതല്ല, അത് വിജയരാഘവനൊക്കെ പറയുന്നതിന് അത്ര വില കൊടുത്താൽ മതി എന്നതുകൊണ്ടാണോ, അതോ അതിൽ കയറി പിടിക്കുന്നത് CPM-ന് ഗുണകരമാകും എന്ന് തിരിച്ചറിവാണോ അത്, ശ്രീ ഉല്ലാസ് ബാബു? അല്ലല്ല, ഇതിനകത്ത് വിജയരാഘവൻ്റെ നിലപാട് എന്ന് പറയുമ്പോൾ ഞങ്ങൾ പണ്ട് കൃത്യമായിട്ട് പറഞ്ഞിരുന്നല്ലോ, തീവ്രവാദ ശക്തികൾക്ക് പാലൂട്ടി വളർത്തുന്ന അല്ലെങ്കിൽ പാല് കൊടുക്കുന്ന ഒരു നിലപാടാണ് ഇടതുപക്ഷവും വലതുപക്ഷവും കൃത്യമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ വിജയരാഘവൻ പറയുന്ന ഈ ന്യൂനപക്ഷ പ്രീണനം തന്നെയല്ലേ UDF നടത്തുന്നത്. ഇപ്പോൾ അവരെന്താണ് ചെയ്യുന്നത്? വിജയരാഘവൻ പറഞ്ഞ് ന്യൂനപക്ഷങ്ങൾ ഇടതുപക്ഷത്തിൽ നിന്ന് എതിരാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങളിലേക്ക് വരും, ഞങ്ങൾ പ്രീണനം നടത്തിക്കോളാമെന്നേ UDF പറയുന്നുള്ളൂ. ഞങ്ങൾ വളരെ കൃത്യമായി പറയുന്നു, ഈ ഇടതുപക്ഷവും ഈ വലതുപക്ഷവും ഇതേ ന്യൂനപക്ഷ പ്രീണന നയം തന്നെ തുടർന്നുകൊണ്ടാണ് ഇവിടുത്തെ വോട്ടിനെ കൈകാര്യം ചെയ്തിരുന്നത്, ഇവിടുത്തെ തെരഞ്ഞെടുപ്പിനെ കൈകാര്യം ചെയ്തിരുന്നത്. ഇവർ സ്വാഭാവികമായിട്ട് ഇടതുപക്ഷത്തിന് ഒരു തരത്തിൽ നിന്ന് പുറകോട്ട് പോകാൻ സാധിക്കില്ലല്ലോ. അവർ ഒരു കാലഘട്ടത്തിൽ ഇവർക്കൊക്കെ എല്ലാ തരത്തിലുള്ള പിന്തുണയും കൊടുത്തു, നിലവിലും പിന്തുണ കൊടുക്കുന്നു. ഇവർ നാവ് കൊണ്ട് മുന്നോട്ട് ഇതൊക്കെ പറയുന്നുണ്ട് എങ്കിലും ഇവർ പിൻവാതിലൂടെ ഇതൊക്കെ സെറ്റിൽ ചെയ്യുന്നുണ്ടെന്ന് ആ പറയുന്ന ആളുകൾ, ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും വിരോധമുണ്ടെങ്കിൽ അവർ ഞങ്ങളിലേക്ക് കയറിക്കോളൂ എന്നുള്ള നിലപാട് തന്നെയാണ് UDF-ൻ്റെയും ഉള്ളത്. ഇവിടെ കൃത്യമായിട്ട് തീവ്രവാദ സ്വഭാവമുള്ള അല്ലെങ്കിൽ തീവ്ര വർഗീയ സ്വഭാവമുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ടുകൾ മേടിച്ചവരാണ് ഈ രണ്ടുപേരും. അതിലൊരു സംശയമില്ല. ഒരു കാലത്ത് ഇവർ വാങ്ങിച്ചു, മറുകാലത്ത് മറ്റവർ വാങ്ങിച്ചു, അവരിപ്പോഴും വാങ്ങിച്ചു കൊണ്ടിരിക്കുന്നു. നിരോധിച്ച സംഘടനകളുടെ വ്യക്തികളെ കൃത്യമായിട്ട് റിക്രൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. ആ റിക്രൂട്ട്മെൻറ്റിലൂടെ അവനവൻ്റെ രാഷ്ട്രീയ വോട്ടുകൾ അല്ലെങ്കിൽ വോട്ട് ബാങ്കുകൾ കൃത്യമാക്കാൻ ശ്രമിക്കൂ എന്നുള്ളതാണ്. ഞങ്ങൾ അതിനെതിരെ ഇന്നലെയും തുടങ്ങിയതൊന്നുമല്ല. ഞങ്ങൾ പണ്ടും ഇത് പറഞ്ഞിരുന്നു. ഇന്നത് ഇടതുപക്ഷം പറയുന്നു എന്ന് മാത്രം. ഞങ്ങൾ ഇടതുപക്ഷം പറയുന്ന കാര്യത്തിൽ അഡ്രസ്സ് ചെയ്യേണ്ട ബാധ്യത ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ നിലപാടുകൾ പണ്ടും പറഞ്ഞിട്ടുണ്ട്. തീവ്ര ന്യൂനപക്ഷ വർഗീയവാദവും അതേപോലെ തന്നെ തീവ്രവാദത്തിന് തുടക്കം കുറിക്കുന്ന പ്രവർത്തനത്തിന് ചുക്കാൻ പിടിക്കുന്ന സംഘടനകളുടെ വോട്ട് വാങ്ങിക്കുന്ന നിലപാടുകളുമായി ഇടതുപക്ഷവും വലതുപക്ഷവും പോകുന്നുണ്ട് എന്നും അത് ശരിയല്ല എന്നും ആ ശൈലി തുടരുന്നത് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ നിങ്ങൾക്ക് ഒരു പക്ഷേ വിജയപരാജയങ്ങളിൽ നിങ്ങൾക്ക് ഗുണം ചെയ്തേക്കാം, പക്ഷേ അത് ആത്യന്തികമായിട്ട് ദോഷം ചെയ്യുന്നു എന്നുള്ളത് ഞങ്ങൾ കൃത്യമായി പണ്ടേ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞങ്ങൾക്ക് ഈ വിജയരാഘവൻ ഇന്ന് പറഞ്ഞോ ഇന്നലെ പറഞ്ഞോ നാളെ പറയുന്നുള്ളതല്ല. വിജയരാഘവൻ ഇന്ന് പറയുന്നതിൽ ഇരട്ടത്താപ്പുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. വിജയരാഘവൻ പറയുന്നത് കൃത്യമായിരുന്നുവെങ്കിൽ ഇവർ മുൻപേ ചെയ്ത ചരിത്രം എന്താണ്? PDP-യുടെ കൂടെ കൂടിയിട്ടില്ല, INL-ന്റെ കൂടെ കൂടിയിട്ടില്ല, SDPയുടെ കൂടെ കൂടിയിട്ടില്ല. ഈ ഇടതുപക്ഷം ഇതിലൊക്കെ വിമർശിക്കുന്ന ഇവർ അവരുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടോ? അവരും ഇവരുടെ കൂടെ കൂടിയിട്ടില്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവരൊക്കെ രണ്ടുപേരും ഒരേ ചേർപ്പിന് ഇവർ ഇന്ത്യ മുന്നണിയുടെ സഖ്യമാണല്ലോ. ഇത്ര വലിയ പ്രശ്നം പ്രിയങ്ക ഗാന്ധിക്കെതിരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബഹുമാനായി ജിൻഡോ ജോണിന്റെ പാർട്ടി എന്താണ് ചെയ്യേണ്ടത്? ഇന്ത്യ സഖ്യത്തിൽ നിന്ന് CPM-നെ പുറത്താക്കാൻ അവർ തയ്യാറാവട്ടെ എന്ന്. ഇത്രയും വലിയ കൊടുംപാതകം ചെയ്തിട്ടുള്ള വിജയരാഘവന്റെ പാർട്ടിയുടെ നേതാക്കന്മാരായിട്ടുള്ള 4 MP-മാർ ഇന്നും ഇവരുടെ സഖ്യത്തിലല്ലേ?
അവരെ പുറത്താക്കാനുള്ള തയ്യാറവരുണ്ടോ? അവരെ അംഗീകരിക്കാതിരിക്കുമോ? അവരെ തുറന്നു പറയട്ടെ. ഇവരുടെ ഇന്ത്യ സഖ്യത്തിൻ്റെ നേതാവുണ്ടല്ലോ രാഹുൽ തുറന്നു പറയട്ടെ. ഇവർ പറഞ്ഞത് ശരിയല്ലാന്നും വിജയരാഘവൻ്റെ നിലപാട് ഞങ്ങൾക്കില്ല എന്നും ഞങ്ങളുടെ സഖ്യത്തിൽ ഇവർ വേണ്ടാന്നും പറയാനുള്ള ധൈര്യം ഇവർക്കുണ്ടോ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ തീവ്രവാദം, മതതീവ്രവാദം, മതമൗലികവാദ ശക്തികളെ സംരക്ഷിക്കുന്ന നിലപാടിനെതിരെ അന്നും ഇന്നും എന്നും നാളെയും ഞങ്ങളെതിരാണ്. ഞങ്ങളത് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞങ്ങൾക്കതിൽ വിജയരാഘവൻ്റെ മീഡിയേഷനൊന്നും ആവശ്യമില്ല. ഓക്കെ, സെക്രട്ടറി കുറിച്ച് 2 ചോദ്യങ്ങൾ. ഒന്ന്, ഈ പറയുന്ന രാഹുൽ ഗാന്ധി വയനാട് വിജയരാഘവന്റെ ഭാഷയിൽ എന്തോ വൃത്തികെട്ട നിന്ദ്യമായ വർഗീയതയുടെ വൃത്തികെട്ട ഏതോ ഭാഗങ്ങളുടെ വോട്ട് വാങ്ങിയാണ് ജയിച്ചതെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഇന്ത്യ മുന്നണിയിൽ നിന്ന് CPM പുറത്തേക്ക് വരും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ വിജയരാഘവന്റെ ഈ പറയുന്ന വർഗീയ ചായയിലെ വെളിപാടുകളും ഇത് ഒന്നൊന്നുമല്ല, ഒരു ഡസൻ ഞാൻ വേണം ഇപ്പം തന്നെ വായിച്ചു തരാം, അത് പോട്ടെ. അതിനൊപ്പം അന്ന് രമ്യ ഹരിദാസിനെ പറഞ്ഞ പക്കാ സ്ത്രീവിരുദ്ധ വൃത്തികേട് കേരളം കേട്ടതാണ്. ഈ അടുത്ത കാലത്ത് മാധ്യമപ്രവർത്തകരുടെ ചുണ്ടിലെ ചായം നോക്കി പറഞ്ഞ വൃത്തികേട് കേരളം കേട്ടതാണ്. മെലിഞ്ഞാന്ന് ഇവിടെ എന്തിനാ എല്ലാവരും ഇവിടെ കാറി പോകുന്നത്? ഇറങ്ങി നടന്നൊന്ന് നോക്കൂടെ? അമ്മായിയമ്മയെ സല്ലപിക്കുക, അമ്മായിയമ്മയെ കാണാൻ പോവാൻ ഞായറാഴ്ച റോഡിൽ കൂടി സല്ലപിച്ച് ഉരുട്ടിപ്പോകുന്നവർ. ഈ നാക്കിന് അദ്ദേഹം രാഷ്ട്രീയം പറഞ്ഞോട്ടെ, ഈ വൃത്തികേട് പറഞ്ഞ് നിർത്തണം എന്നൊന്നും CPM പറയാൻ തോന്നിയിട്ടില്ലേ സെക്രട്ടറി കുഞ്ഞുകണ്ണൻ? ഒന്നുമല്ല, നിങ്ങളുടെ പാർട്ടിയുടെ PB അംഗമല്ലേ? ഞാൻ അഷ്മി ചോദിച്ച രാഷ്ട്രീയ ചോദ്യത്തിന് മറുപടി പറയാം. ഒന്നാമത്തെ പ്രശ്നം, ഇന്ത്യയിലെ തീവ്രവാദ വർഗീയ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒന്നാമത് BJP ആണ്. BJPയെ പ്രതിരോധിക്കുന്ന കാര്യത്തിൽ ന്യൂനപക്ഷ തീവ്രവർഗീയ സംഘങ്ങളുമായി ചേർന്നത് സാധ്യമല്ല. കോൺഗ്രസ് ഇത് രണ്ടും ചെയ്യുകയാണ്. ഇപ്പോൾ ദേശീയ തലത്തിൽ നമ്മളെല്ലാം കണ്ട സംബാൽ സംഭവം എന്താണ്? UPയിലെ ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷി, ഒരു പക്ഷേ ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ ഹൃദയഭൂമിയിൽ ഇന്ത്യ മുന്നണിക്ക് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ സഹായിച്ചത് അഖിലേഷ് യാദവിൻ്റെ പാർട്ടിയാണ്, സമാജ്വാദി പാർട്ടിയാണ്. ആ സമാജ്വാദി പാർട്ടിയുടെ MPമാരും നേതാക്കളും എന്താ പറഞ്ഞത് രാഹുൽ ഗാന്ധിയെക്കുറിച്ച്? അദ്ദേഹം പല പ്രശ്നങ്ങളിലും എടുക്കുന്നത് ഹിന്ദുത്വ പ്രീണനപരമായ നിലപാടാണ് എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഇന്ത്യ മുന്നണിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയായിരിക്കുന്ന സമാജ്വാദി പാർട്ടി പറയുന്നു ഒരു ഭാഗത്ത് അവർ ഹിന്ദുത്വത്തെ, ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാലോ, ഈ ബാബ്രി ഇന്ത്യൻ ന്യൂനപക്ഷങ്ങൾ ഏറ്റവും അരക്ഷിതരാക്കി. അത് ലിബ്രഹാൻ കമ്മീഷൻ തന്നെ, ജസ്റ്റിസ് ലിബ്രാൻ കമ്മീഷൻ തന്നെ അതിൻ്റെ റിപ്പോർട്ട് എഴുതിയിരിക്കുകയാണ്. ഇന്ത്യയിൽ വർഗീയത ഇത്രയും ഭീകരമാക്കിയതും ന്യൂനപക്ഷങ്ങൾ ഇത്ര അരക്ഷിതത്വത്തിലും ബാബ്രി മസ്ജിദാണ്. ആ ബാബ്രി മസ്ജിദിൻ്റെ തകർച്ചയുടെ ചരിത്രഗതിയിൽ BJPക്ക് ഹിന്ദുത്വ ശക്തികൾക്ക് അനുകൂലമായി ഓരോ ഘട്ടത്തിലും UPയിലെ നാരായണന്ദ തിവാരിയുടെ ഗവൺമെൻറ്, മിസ്റ്റർ ND തിവാരിയുടെ ഗവൺമെൻറ്, ആ കേന്ദ്രത്തിലെ ഈ രാഹുൽ ഗാന്ധിയുടെ പിതാവിൻ്റെ ഗവൺമെൻറ്, ഇവരൊക്കെ വഹിച്ച പങ്ക് നമുക്കറിയാം. നരസിംഹറാവുവിൽ എത്തുമ്പോഴേക്ക് മൗനം കൊണ്ട് ആ പള്ളി പൊളിക്കാൻ എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തു കേന്ദ്ര സർക്കാർ. അപ്പോൾ കോൺഗ്രസ് ഒരു ഭാഗത്ത് ഹിന്ദുത്വത്തെ പ്രീണിപ്പിക്കുന്നു, മറുഭാഗത്ത് അവർ അവസരവാദപരമായി അവർക്ക് ന്യൂനപക്ഷ വർഗീയതയുമായി ഇവിടെ കേരളം പോലുള്ള സമൂഹത്തിൽ കൂട്ടുകൂടേണ്ടി വരുന്നു. ഈ കാര്യത്തെ ചർച്ച ചെയ്യാൻ തയ്യാറാകാതെ CPM എന്തോ വലിയൊരു വർഗീയ പാർട്ടിയാണ്, അത് ന്യൂനപക്ഷ വിരുദ്ധമാണ്, അത് വിജയരാഘവനെ പോലുള്ള വൃത്തികെട്ട വാക്കുകൾ പറയുന്നവരുടെ പാർട്ടിയാണ് എന്നൊക്കെ നമുക്ക് നേർക്കുന്ന തെളിവടക്കം പറയാൻ കഴിയുന്നത് CPM വർഗീയ പാർട്ടി ഒന്നും പറയില്ല. CPM ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു നയം, ഒരു ചീട്ട്, അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ അടുത്ത ചീട്ട്, അതൊന്ന് ന്യൂനപക്ഷ പ്രീണനം, 2 ഭൂരിപക്ഷ പ്രീണനം എന്ന് വേണമെങ്കിൽ നമുക്ക് പ്രസ്താവന അടക്കം ഈ ഹസൻ അമീർ കുഞ്ഞാലിക്കുട്ടി വർഗീയത്വങ്ങൾ ചേർത്ത് വെക്കുന്നതടക്കം ജമാഅത്തെ ഇസ്ലാമിയെ ലീഗിലെ ജമാഅത്തെ ഇസ്ലാമി വിഴുങ്ങുന്നു എന്ന ഒന്നുമില്ലായ്മയിൽ നിന്നും അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഫേസ്ബുക്കിൽ വീണ ഒരു ബോംബടക്കം എണ്ണി വേണം ഞാൻ പറഞ്ഞുതരാം. പക്ഷെ അല്ലാതെ CPM വർഗീയ പാർട്ടിയാണെന്ന് ഞാൻ പറയില്ല. അങ്ങനെ പറയാനുള്ള ബുദ്ധിമോശം കേരളത്തിൽ ആർക്കും ഉണ്ടാവില്ല. അല്ല, CPM വർഗീയ പാർട്ടിയാണെന്ന് നിങ്ങൾ പറഞ്ഞാലും അതൊരു വർഗീയ പാർട്ടിയല്ലോ, ചരിത്രപരമാണ്. അത് വളരെ, പാർട്ടി എന്ന് പറയുന്നത് വളരെ ഒബ്ജക്റ്റീവാണ്. ഏതെങ്കിലും വ്യക്തികളുടെ വാക്കുകളുടെയോ പെരുമാറ്റങ്ങളുടെയോ അടിസ്ഥാനത്തിലല്ലോ നമ്മളൊരു പാർട്ടിയുടെ രാഷ്ട്രീയ സൈദ്ധാന്തിക നിലപാടുകളെയും ചരിത്രത്തിൽ ആ പാർട്ടി വഹിച്ച പങ്കിനെയും കാണുന്നത്. ഹിസ്റ്റോറിക്കലാണ്, അത് വളരെ ഒബ്ജക്റ്റീവാണ്. ഇവിടെ നിങ്ങളെല്ലാം കൂടി എന്ത് പറഞ്ഞു കഴിഞ്ഞാലും CPM അല്ലാതാവില്ല. അത് ഇവിടുത്തെ മതനിരപേക്ഷ ജനാധിപത്യത്തെ മുന്നോട്ട് പറഞ്ഞ പോലെ CPM അതിന്റെ ചരിത്രപരമായ ഉത്തരവാദിത്വം നിറവേറ്റാൻ കഴിയട്ടെ. ഏതെങ്കിലും തരത്തിൽ 10 വോട്ടിന് വേണ്ടി നാടിനെ ഭിന്നിപ്പിച്ചേക്കാം, നാടിനെ കുട്ടിച്ചോറാക്കിയേക്കാം, അല്ലെങ്കിൽ 10 വർഗീയ 10 വോട്ട് പറഞ്ഞ് ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ 10 സീറ്റ് വാങ്ങാം എന്ന് CPM എന്നല്ല ഏത് രാഷ്ട്രീയ പാർട്ടി വിചാരിച്ചാലും അത് ഈ നാടിൻ്റെ സോഷ്യൽ ഫാബ്രിക്കിനോട് ചെയ്യുന്ന, അത് ഈ കേരളം എന്ന് പറഞ്ഞ സങ്കല്പത്തോട് ചെയ്യുന്ന അങ്ങേയറ്റത്തെ കേരള ദ്രോഹമാണ്. അത് ചെയ്യുന്നവരാരോ അവർ മനസ്സിലാക്കണം. നമ്മളിതൊക്കെ പറയുമ്പോഴും ഞാനിപ്പോൾ നിൽക്കുന്ന വയനാടാണ്. വയനാട് ഇന്ന് രാവിലെ മുതൽ ഞാൻ ഈ പറഞ്ഞ ദുരന്തബാധിതരെ കാണുന്നുണ്ട്.
അങ്ങേയറ്റം സങ്കടത്തിൽ, അങ്ങേയറ്റം വേദനയിൽ അച്ഛനെ നഷ്ടപ്പെട്ടവർ, അമ്മയെ നഷ്ടപ്പെട്ടവർ, മക്കളെ നഷ്ടപ്പെട്ടവർ, മുന്നോട്ടുള്ള പോക്ക് എങ്ങോട്ടേക്കാണ്, മുന്നോട്ടുള്ള പോക്ക് കടുത്ത ഇരുട്ടാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എന്താണ് ആ നിരാശ പങ്കുവെച്ച കുറേയധികം പേരെ ഞാൻ മനസ്സിലിപ്പോൾ ഓർക്കുകയാണ്. അതിന് കാരണം ഒരു കരട് രേഖയാണ് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ +2 കഴിഞ്ഞ കുട്ടികൾ പോലും ഇതിലും വൃത്തിക ചെയ്യുമാവുന്ന ഒരു രേഖ അങ്ങേയറ്റം അങ്കലാക്കുണ്ടാക്കുന്ന രീതിയിൽ, ആശങ്ക ഉണ്ടാക്കുന്ന രീതിയിൽ ആ പാവങ്ങളുടെ ദുരിത ജീവിതങ്ങൾക്ക് മേലൊരു ബോംബ് പോലെ വന്ന് വീഴുകയായിരുന്നു കരട് രേഖ. അത് പരിഹരിക്കാനുള്ള നീക്കങ്ങളെങ്കിലും ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് ഈ രാത്രി. എൻകൗണ്ടർ പൂർണ്ണമാകുന്നു.